ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമ്മുടെ വിഷയം യുഗങ്ങളും അന്തരാളങ്ങളും, ഏജസ് ആൻഡ് ഇൻ്റർവെൽസ് എന്നുള്ള ടോപ്പിക്കിലാണ് നമ്മൾ ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ അങ്ങനെ എടുത്തത് എന്നുള്ളതിൻ്റെ കാരണം ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിപ്പാനായിട്ടിടയായി. കാരണം ഈ പീഡനകാലമാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അത് 7 വർഷം കൊണ്ട് പൂർത്തീകരിക്കപ്പെടും. 360 ദിവസമുള്ള ഓരോ വർഷം, അല്ലെങ്കിൽ 7 വർഷം, ഓരോ വർഷവും 360 ദിവസമുള്ളൂ. നമ്മുടെ ഇന്നത്തെ കലണ്ടറിൽ 365 അല്ലേ? അതുകൊണ്ടാണല്ലോ 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരിയിൽ 28 കഴിഞ്ഞ് 29 ദിവസം കൊടുക്കുന്നത്, ലീപ്പ് ഇയർ ആയിട്ട്. എന്നാൽ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷം 360 ഡേയ്സ് ഉള്ളൂ. അപ്പോൾ 360 ദിവസം വീതമുള്ള ഓരോ വർഷം, അങ്ങനെയുള്ള 7 വർഷം ആണ് നമ്മുടെ പഠന വിഷയം. അല്ലെങ്കിൽ ആ 7 വർഷമാണ്, 7 വർഷത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ 7 വർഷം എങ്ങനെ ആരംഭിച്ച് പുരോഗമിച്ച് പര്യവസാനിക്കും എന്നുള്ളത് ആസ്വദിക്കണമെങ്കിൽ ഏജസ് ആൻഡ് ഇൻ്റർവെൽസ് എന്നുള്ള ടോപ്പിക്കിൽ പോയെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ ഏതൊക്കെ ഏജസ് ആണ് നമ്മൾ ശ്രദ്ധിച്ചത്, അല്ലെങ്കിൽ ഏതൊക്കെ യുഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്? ഒന്ന്, പാപമില്ലാതിരുന്ന യുഗം, അല്ലെങ്കിൽ ഏദൻ പർദീസയിൽ, ഏദൻ തോട്ടത്തിൽ മനുഷ്യർ എത്ര കാലം ഉണ്ടായിരുന്നു, അതാണ് നിഷ്പാപ യുഗം. പിന്നെ ഏദൻ പർദീസയിൽ നിന്ന് മനുഷ്യനെ ദൈവം പുറത്താക്കി നോഹയുടെ പ്രളയം വരെ പ്രളയപൂർവകാലം. പിന്നെ പ്രളയത്തിന് ശേഷം ന്യായപ്രമാണം വരെ പ്രളയാനന്തരകാലം. പിന്നെ ന്യായപ്രമാണം കിട്ടി, മോശെ മുഖാന്തരം ന്യായപ്രമാണം ലഭിച്ചു. അങ്ങനെ ന്യായപ്രമാണ യുഗം. ന്യായപ്രമാണ യുഗത്തിൽ നിന്ന് പിന്നെ സഭായുഗം, അത് നമ്മൾ ശ്രദ്ധിച്ചു. ന്യായപ്രമാണം ക്രിസ്തു യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. കർത്താവ് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം. അങ്ങനെ കാൽവരി ക്രൂശിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടതോടുകൂടി ന്യായപ്രമാണ യുഗത്തിന് തിരശീല വീണു. തുടർന്ന് സഭായുഗം, ദൈവത്തിൻ്റെ സഭ, കർത്താവിൻ്റെ മണവാട്ടി സഭ. ആ സഭായുഗം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ആ യുഗത്തിൽ ഉള്ളവരാണ്. ആ യുഗത്തിൽ ഇപ്പോൾ പ്രസന്റിൽ നമ്മളെല്ലാവരും ഉണ്ട്. ആ യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് ആണ് വാസ്തവത്തിൽ പുതിയ നിയമം എഴുതി കിട്ടിയിരിക്കുന്നത്. സഭായുഗം അവസാനിക്കുന്നതോടുകൂടി പുതിയ നിയമത്തിൻ്റെ പ്രസക്തി തീരും. കാരണം എന്താ? പുതിയ നിയമം ആസ്വദിക്കുവാൻ വിളിക്കപ്പെട്ട കൂട്ടമാണ് ദൈവസഭ. അപ്പോൾ പുതിയ നിയമത്തിലാണ് വെളിപ്പാട് പുസ്തകം വന്നത്. വെളിപ്പാട് പുസ്തകമാകുന്ന താക്കോൽ ഉപയോഗിച്ചാണ് ദാനിയേൽ പ്രവചനത്തിൻ്റെ മുദ്ര പൊട്ടിക്കുവാൻ ദൈവം തൻ്റെ മണവാട്ടിക്ക് അനുവാദം കൊടുത്തത്, കൃപ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ദാനിയേൽ പ്രവചനം, ഹോശേയ പ്രവചനം, യോവേൽ പ്രവചനത്തിലെ വിലപ്പെട്ട സത്യങ്ങൾ വെളിപ്പാട് പുസ്തകം എന്ന താക്കോൽ ഉപയോഗിച്ച് തുറന്ന് ശ്രദ്ധിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. എന്നാൽ യഹൂദനെ സംബന്ധിച്ച് പുതിയ നിയമം ഇന്നും അവർക്ക് പ്രസക്തിയുള്ളതല്ല. അവർ പുതിയ നിയമം ഉപയോഗിക്കുന്നില്ല. മലാഖി വരെയുള്ള പഴയ നിയമ തിരുവെഴുത്തുകൾ മാത്രമാണ് ഇന്നും യഹൂദൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ യഹൂദന് ദാനിയേൽ പ്രവചനത്തിൻ്റെ മുദ്ര തുറക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അന്ത്യനാൾ വരെ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞാൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷമുള്ള 7 വർഷത്തെ പീഡന കാലയളവിലാണ് ദാനിയേൽ പ്രവചനത്തിൻ്റെ മുദ്ര യഹൂദന് ദൈവം തുറന്നു കൊടുക്കുന്നത്. കാരണം അവർ വെളിപ്പാട് പുസ്തകം വായിക്കുകയോ അത് ചിന്തിക്കുകയോ അത് അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. പുതിയ നിയമം അവർ അംഗീകരിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ തന്നെ അംഗീകരിക്കുന്നില്ല. പിന്നെ എങ്ങനെ പുതിയ നിയമം അംഗീകരിക്കും? അപ്പോൾ അങ്ങനെ നിൽക്കുന്ന യഹൂദൻ്റെ വിഷയം. ഞാനത് പറയാൻ കാരണം, ഈ ന്യായപ്രമാണ യുഗം കഴിഞ്ഞ് കൃപായുഗം അല്ലെങ്കിൽ സഭായുഗത്തിലേക്ക് പ്രവേശിച്ചു. സഭായുഗത്തിൽ ജീവിക്കുന്ന നാം കർത്താവിൻ്റെ കാഹളം കേൾക്കുവാൻ കാത്തു നിൽക്കുക. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുകയും ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുകയും ചെയ്യും. ദൈവസഭ എടുക്കപ്പെടുന്നതോടുകൂടി നമ്മൾ ഈ യുഗങ്ങൾ പറഞ്ഞല്ലോ, എല്ലാ യുഗങ്ങളുടെയും ഇടയ്ക്ക് ഇൻ്റർവെൽ ഉണ്ട്. അതൊക്കെ നമ്മൾ വിശദീകരിച്ചതാ. ഇനി അതൊന്നും പറഞ്ഞ് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഉൽപ്രാപണം സംഭവിക്കുന്നതോടുകൂടി ബഹുഭൂരിപക്ഷത്തിൻ്റെയും വിചാരം, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വിശ്വാസികളും വിചാരിക്കുന്നത് ദൈവസഭ എടുക്കപ്പെട്ടാൽ പിറ്റേ നിമിഷം പീഡനകാലം ആരംഭിക്കുന്ന. അങ്ങനെയല്ല, അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർവെൽ വരുന്നുണ്ട്. ആ ഇൻ്റർവെൽ ഉണ്ട് എന്ന് ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഏജസിൻ്റെ ഇടയിൽ വന്ന ഇൻ്റർവെല്ലിൻ്റെ മഹത്വവും ആ ഇൻ്റർവെല്ലുകളിൽ ദൈവത്തിൻ്റെ കൃപയുടെ കുത്തൊഴുക്കിൻ്റെ മാഹാത്മ്യവും നമ്മൾ തിരിച്ചറിയുവാനായിട്ട് ഇടയായത്.
കർത്താവ് സഹായിക്കട്ടെ. അതെല്ലാം നമ്മൾ വിശദീകരിച്ചു. അത് ഇനി കേൾക്കാത്തവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാൻ താല്പര്യം അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്തവർക്ക് ഇമെയിൽ അഡ്രസ്സ് അയച്ചു തന്നാൽ അത് അറ്റാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആർക്കും ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് ആ മെസ്സേജുകൾ, ഇതിനു മുമ്പുള്ള എല്ലാ ക്ലാസ്സുകളും അതിൽ കിടപ്പുണ്ട്, ഏത് മെസ്സേജും എടുത്ത് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് തുടരാം. അപ്പോൾ നമ്മുടെ വിഷയം ഈ ഏത് ഇന്റർവെല്ലാണ് നമ്മൾ നിൽക്കുന്നത്? സഭ എടുക്കപ്പെട്ടതിന് ശേഷം പീഡനകാലം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഇന്റർവെല്ലാണ്. അപ്പോൾ നമ്മളിപ്പോൾ സഭയിലാണ്, സഭ എടുക്കപ്പെട്ടിട്ടില്ല, കാഹളധ്വനി കാത്തിരിക്കുന്ന ജനമാണ് ഇന്നത്തെ ദൈവസഭ. അപ്പോൾ കർത്താവിൻ്റെ മണവാട്ടി സഭ എടുക്കപ്പെടുന്നതോടുകൂടി, ഉൽപ്രാപണം സംഭവിക്കുന്നതോടുകൂടി പീഡനകാലത്തിനും സഭായുഗത്തിനും പീഡനകാലത്തിനും ഇടയിലുള്ള ഇന്റർവെൽ ആരംഭിക്കും. ഈ ഇന്റർവെല്ലിന്റെ ആവശ്യകത എന്താ? ഓരോ ഇന്റർവെല്ലിന്റെ ആവശ്യകത എന്താ? അടുത്ത യുഗം, അടുത്ത കാലഘട്ടം ആരംഭിക്കുവാൻ അത്യാവശ്യമായും പ്രാഥമികമായും ചെയ്തു തീർക്കേണ്ട ഒരുക്കത്തിന് വേണ്ടിയാണ് ഈ ഇന്റർവെൽ ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ചില ഒരുക്കങ്ങൾ ദൈവത്തിന് ചെയ്യാനായിട്ടുണ്ട്. കർത്താവ് ആ ഒരുക്കങ്ങൾ നടത്തിയതിന് ശേഷമേ പീഡനകാലം ആരംഭിക്കും. അപ്പോൾ പീഡനകാലം ആരംഭിക്കുവാനായിട്ട് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ആവശ്യം, ആ ഒരുക്കങ്ങളുടെ പ്രാധാന്യത എന്താണെന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ക്ലാസ് തൊട്ട് ശ്രദ്ധിക്കുവാനായിട്ടിടയായത്. അപ്പോൾ ഈ ഇന്റർവെൽ കുറച്ച് സമയം നമുക്ക് പല ക്ലാസ്സുകളിലൂടെ ക്ലാസ്സുകളെ ഇതിനു വേണ്ടി തന്നെ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ഈ ഇന്റർവെൽ ടൈം പൂർത്തീകരിക്കപ്പെടൂ. ഇന്റർവെൽ ടൈം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്താ? നമുക്ക് പീഡനകാലം ആരംഭിക്കണം. പീഡനകാലം ആരംഭിക്കുവാൻ സ്വർഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്നവന്റെ കയ്യിലിരിക്കുന്ന 7 മുദ്രയുള്ള പുസ്തകം വാങ്ങി കുഞ്ഞാട് ഒന്നാമത്തെ മുദ്ര സ്വർഗത്തിൽ പൊട്ടിക്കുമ്പോൾ ഭൂമിയിൽ പീഡനകാലം ആരംഭിക്കും. പീഡനകാലം ഭൂമിയിൽ ആരംഭിക്കുന്നതിന്റെ തെളിവെന്താ? 7 വർഷത്തെ പീസ് ട്രീറ്റി ഇസ്രയേലുമായിട്ട് ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രയേലും അറബികളുമായിട്ടായിരിക്കും ലോകരാഷ്ട്രങ്ങൾ, ലോക നേതാവ് കൊണ്ടുവരുന്ന ഒരു 7 വർഷത്തെ പീസ് ട്രീറ്റി, സമാധാന ഉടമ്പടി, ഒരു പ്രത്യേക ഉടമ്പടി ഒപ്പുവെക്കും. ആ ഉടമ്പടി ഒപ്പുവെക്കണമെങ്കിൽ, ഇസ്രയേൽ ഒപ്പുവെക്കണമെങ്കിൽ, ഇസ്രയേല് രാഷ്ട്രീയമായിട്ട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത എന്താ? ഞങ്ങൾക്ക് യെരുശലേമിൽ ഞങ്ങളുടെ ദേവാലയം സ്ഥാപിക്കണം. ദേവാലയം സ്ഥാപിക്കുക എന്ന ഏക ആവശ്യത്തിലാണ് ഇന്ന് യഹൂദൻ പ്രധാനമായിട്ടും പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ പൂർത്തീകരണം വന്നാൽ ഞങ്ങൾ പീസ് ട്രീറ്റിയിൽ ഒപ്പിടാം. അപ്പോൾ പീസ് ട്രീറ്റിയിൽ, സമാധാന ഉടമ്പടിയിൽ ഒപ്പിടണമെങ്കിൽ അവരുടെ ദേവാലയം പുനഃസ്ഥാപിക്കണം. അത് യെരുശലേമിൽ തന്നെ, പണ്ടിരുന്നിടത്ത് തന്നെ ദേവാലയം സ്ഥാപിക്കണം. അങ്ങനെ ദേവാലയം സ്ഥാപിക്കുവാനായിട്ട് ആ ലോക നേതാവ് തയ്യാറാവുകയും ബാക്കി അറബ് രാജ്യങ്ങളെ ഒക്കെ തൻ്റെ ഒരു കയ്യിലെടുത്ത് മറ്റേ കയ്യിൽ ഇസ്രയേലിനെ പിടിച്ച് അവരെ ഒരുമിച്ച് ഈ ട്രീറ്റിയിലേക്ക്, ഉടമ്പടിയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ദേവാലയം പണിത് കൊടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താലും ഒപ്പിടില്ല. ഒപ്പിടണമെങ്കിൽ എന്ന് ഒപ്പിടണം? ദേവാലയം പുനഃസ്ഥാപിച്ച് അത് പ്രതിഷ്ഠിക്കുന്ന എന്ന് പറഞ്ഞാൽ അവിടെ യാഗം ആരംഭിക്കുന്ന ദിവസമാണ് ഭൂമിയിൽ പീഡനകാലം ആരംഭിക്കുന്നത്. അവിടെ യാഗം ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ യെരുശലേം ദേവാലയം പുനഃപ്രതിഷ്ഠിക്കുന്ന ആ ദിവസം സ്വർഗത്തിൽ 1-ാം മുദ്ര പൊട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിലെ ഒരുക്കങ്ങളിൽ ഒരു പ്രധാന ഒരുക്കമാണ് ഏത്? യഹൂദന്റെ ദേവാലയം പുനഃസ്ഥാപിക്കപ്പെടുക. അപ്പോൾ യഹൂദന്റെ ദേവാലയം പുനഃസ്ഥാപിക്കപ്പെടുക എന്ന ഒരു പ്രധാന ആവശ്യമുണ്ടെങ്കിൽ അതൊരു ഒരുക്കത്തിന്റെ ഭാഗമാണ്. അത് ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ ഭൂമി, നമ്മൾ ഈ അന്തരാളത്തിൽ അല്ലെങ്കിൽ ഈ ഇന്റർവെല്ലിൽ ഭൂമിയിലും ഒരുക്കങ്ങളുണ്ട്, സ്വർഗത്തിലും ഒരുക്കങ്ങളുണ്ട്. കാരണം സഭ എടുക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടല്ലോ. സഭ എടുക്കപ്പെട്ട് നേരെ സ്വർഗത്തിലേക്കാണ് ചെല്ലുന്നത്? ഇല്ല, നമുക്കൊരു ബേമ സീറ്റ് ഉണ്ട് അല്ലേ? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് സ്വർഗത്തിലെ ഒരുക്കങ്ങളിൽ ഏറ്റവും അധികം സമയം ചെലവാക്കപ്പെടുന്ന സ്ഥലം ഏതാ? ക്രിസ്തുവിന്റെ ന്യായാസനം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നാം ഓരോരുത്തരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അക്കൗണ്ട് ക്ലിയർ ആക്കണം. അവിടെയാണ് നമ്മുടെ കാൽമുട്ടുകൾ ആടാതെ, അരയുടെ ഏപ്പിളകാതെ, അല്ലെ? ബെൽഷസ്സർ രാജാവിന്റെ അരയുടെ ഏപ്പിളകി കാൽമുട്ടുകൾ ആടിപ്പോയി എന്ന് പറയുന്ന പോലെ അവിടെയാണ് നമ്മൾ നിവർന്നു നിൽക്കുവാൻ ഇന്ന് ഒരുക്കപ്പെടേണ്ടത്. അപ്പം നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ
ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടുന്ന ഒരു ദിവസം ദൈവസഭയിലെ ഓരോ വ്യക്തികളും ഓരോരുത്തരും അവന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടി വരും. നാം ഓരോരുത്തരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ പീഡനകാലത്തിനും അല്ലെങ്കിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം പീഡനകാലം ആരംഭിക്കുന്നതിനിടയിൽ വരുന്ന ആ ഇന്റർവെൽ ടൈമിൽ ഭൂമിയിലെ ഒരുക്കങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ഒരുക്കത്തിൽ ഒരു പ്രധാന ഒരുക്കം ഏത്? ദൈവസഭ അതിന്റെ പ്രതിഫലം വാങ്ങുവാനായിട്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട, അങ്ങനെ ക്രിസ്തുവിന്റെ ന്യായാസന വിധിയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് നരകവിധി ഉണ്ടോ? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് നരകവിധി ഉണ്ടോ? ഇല്ല, അവിടെ നരകവിധിയില്ല. അത് വിശുദ്ധന്മാർക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വയ്ക്കുന്ന ഒരു ന്യായാസനമാണ്. അവിടെ നാം ഓരോരുത്തരും വെളിപ്പെടും. നമ്മുടെ പോരായ്മകൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ആത്മീയ ശുശ്രൂഷകൾ വൈക്കോത്തൂർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷെ ഇതൊന്നും അവിടെ വിലപ്പോകില്ല. അവിടെ വിലപ്പോകുന്നത് പൊന്ന്, വെള്ളി, അല്ലെ, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് മുതലായ തീയിൽ കത്തിപ്പോകാത്ത ആ വിലപ്പെട്ട ശുശ്രൂഷകൾ അവിടെ തിളങ്ങുവാനായിട്ട് ഇടയാകും. ബാക്കി മരം, പുല്ല്, വൈക്കോലൊക്കെ വെന്തുപോകും. അതെല്ലാം നടക്കുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ. അപ്പോൾ സ്വർഗത്തിലെ ഒരുക്കങ്ങളിൽ ഒരു പ്രധാന ഒരുക്കമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ക്രിസ്തുവിന്റെ ന്യായാസനം കഴിഞ്ഞ് പിന്നെ സഭ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അങ്ങനെ സ്വർഗത്തിൽ ചെന്ന് പിന്നെ സ്വർഗത്തിൽ ചില കാര്യങ്ങളുണ്ട്. അവിടെയാണ് കുഞ്ഞാട് സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും പുസ്തകം വാങ്ങുന്ന ആ കാര്യങ്ങളൊക്കെ. വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലെ സംഭവങ്ങളെല്ലാം ഈ ഒരുക്കങ്ങളിൽ വരും, സ്വർഗത്തിലെ ഒരുക്കങ്ങൾ. അപ്പോൾ സ്വർഗത്തിലെ ഒരുക്കങ്ങൾ നമുക്ക് പിന്നീട് ശ്രദ്ധിക്കാം. ഇത് രണ്ടും സമാന്തരം പാരലായിട്ടാണ്. ഭൂമിയിൽ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ഒരുക്കങ്ങൾ നടക്കും. ഇത് രണ്ടും നമുക്ക് പാരലായിട്ട് പഠിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ബുദ്ധി ഈ ഓരോ ഒരുക്കം തന്നെ പഠിക്കാൻ തന്നെ പാടുപെടുക. അപ്പൊ രണ്ടോടും പാരലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഭൂമിയിലെ ഒരുക്കം 1 by 1 6 പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് സ്വർഗത്തിലെ ഒരുക്കങ്ങൾ പ്രധാനമായിട്ടും ക്രിസ്തുവിന്റെ ന്യായാസനം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അത് നമ്മുടെ ശുദ്ധീകരണത്തിന് ആവശ്യമാണല്ലോ. ഈ പ്രവചനം പഠിക്കുമ്പോൾ ശുദ്ധീകരണം ആവശ്യമാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനം ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ബാക്കിയൊക്കെ ഞാൻ 1-2 ദിവസങ്ങൾ നമുക്ക് തീർക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഈ ഒരുക്കങ്ങളെല്ലാം സമാന്തരമായിട്ടാണ് പോകുന്നതെന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഭൂമിയിൽ നടക്കുന്ന ഒരുക്കങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരുക്കമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതെന്താ? മാർമിക ബാബിലോൺ, മർമ്മം, മഹദിയാം ബാബിലോൺ എന്ന ആ പ്രയോഗം വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ഒരു മഹാവേശ്യയെ അവതരിപ്പിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദൂതൻ ഈ യോഹന്നാനെ അത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായവും 18-ാം അധ്യായവും ഓൾമോസ്റ്റ് വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളായിട്ട് വരുമ്പോൾ വാസ്തവത്തിൽ അതിലെ പ്രധാനപ്പെട്ട വിഷയം ഈ പീഡനകാലത്തിന്റെ ആരംഭത്തിൽ ഉള്ള കാര്യമാണ് വാസ്തവത്തിൽ 17-ലും 18-ലും അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് മഹാബാബിലോൺ അല്ലെങ്കിൽ മഹാവേശ്യയുടെ ന്യായവിധിയും പിന്നെ കൊമേഴ്ഷ്യൽ ബാബിലോണിന്റെ ന്യായവിധിയുമാണ് അവിടെ പറയുന്നത്. എന്നാൽ ന്യായവിധി പറയുന്നതിന് മുമ്പ് അതിൻ്റെയൊക്കെ ആവിർഭാവം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് എഴുന്നേറ്റ് വരുന്നത്, അവർ പീഡനകാലത്ത് അവരുടെ സ്ഥിതി എങ്ങനെയാണ്, അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് എന്നും കൂടി 17-ലും 18-ലും ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് ഈ ഒന്ന് മാർമിക ബാബിലോണിന്റെയും കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ മിസ്റ്റീരിയൽ ബാബിലോണും കൊമേഴ്ഷ്യൽ ബാബിലോണിന്റെയും ന്യായവിധിയെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. അതുകൊണ്ട് ന്യായവിധി കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ആ കലശപ്രയോഗം നടത്തുന്ന ഒരു ദൂതൻ യോഹന്നാനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ ന്യായവിധി മാത്രമല്ല, അവരുടെ എഴുന്നേൽപ്പും അവരുടെ ആവിർഭാവവും അവരുടെ ഉയർച്ചയും അവരുടെ പീഡനകാലത്തുള്ള അതിൻ്റെ സ്വാധീനതയും എല്ലാം പറഞ്ഞിട്ടാണ് അതിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. അപ്പോൾ ആ ആവിർഭാവം വാസ്തവത്തിൽ പീഡനകാലത്തിന് മുമ്പുള്ള ഒരുക്കങ്ങളിൽ പെട്ടതാണെന്നുള്ളത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകം ക്രോണോളജിക്കലി നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കണം, 17-ാം അധ്യായത്തിലെ സംഭവങ്ങൾ വാസ്തവത്തിൽ പീഡനകാലത്തിന് മുമ്പുള്ള ഒരുക്കങ്ങളിൽ പെട്ട ഭാഗമാണ്. ന്യായവിധി പീഡനകാലത്തിന് ഇടയിൽ വരുന്നതാണ്. എന്നാൽ ഈ മാർമിക ബാബിലോണിന്റെ ആവിർഭാവവും ഉയർച്ചയും എല്ലാം ഒരുക്കങ്ങളിൽ വരുന്ന ഭാഗമാണ്.
അതുപോലെ കൊമേഴ്ഷ്യൽ ബാബിലോണിന്റെ ആവിർഭാവം അല്ലെങ്കിൽ അതിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ആ ബാബിലോൺ പട്ടണം ഉയർത്തെഴുന്നേൽക്കുന്നതും അത് ലോകത്തെ വലിയ ഗംഭീരമായ ഒരു പട്ടണമായി തീരുന്നതും ഒക്കെ വാസ്തവത്തിൽ ഒരുക്കങ്ങളുടെ ഭാഗമാണ്. അതിന്റെ ന്യായവിധി പീഡനകാലത്തിന്റെ അവസാനത്തിലാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് രണ്ടും 17-ലും 18-ലും പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ആ അധ്യായങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്താണ് ഈ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ഭൂമിയിലെ ഒരുക്കങ്ങളുടെ പ്രാധാന്യത എന്താണെന്ന് നമുക്ക് പിടികിട്ടും. സ്വർഗത്തിലെ ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചു മാർമിക ബാബിലോൺ എന്താണ് മാർമിക ബാബിലോൺ? മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞ് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ ആ മഹാവേശ്യ കുറിച്ച് എഴുതിയിരിക്കുക. മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ഈ മഹാവേശ്യയുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്ന പേരാണ് അത് വലിയ അക്ഷരത്തിൽ ബോൾഡ് ലെറ്ററിലാണ് ബൈബിളിൽ തന്നെ ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരുക്കങ്ങളുടെ പേര് അല്ലെങ്കിൽ ഒരുക്കങ്ങൾക്ക് ഒരു ടോപ്പിക്ക് കൊടുത്തതാണ് മാർമിക ബാബിലോൺ. ആ ടോപ്പിക് കൊടുത്തതാണ്. വാസ്തവത്തിൽ എന്താണ് മാർമിക ബാബിലോൺ? ഒരു വ്യവസ്ഥിതിയാണെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുവാനായിട്ടിടയായി. അതൊരു മിസ്റ്റീരിയലാണ്, അത് മിസ്റ്റീരിയല. എന്നാൽ അതൊരു പട്ടണമുണ്ട്, റോമ പട്ടണം അതിലേക്ക് വരുന്നുണ്ട്, അത് ക്ലിയർ ആക്കാം. എന്നാൽ അതൊരു മിസ്റ്റീരിയൽ പോക്കാണ് എന്ന് പറഞ്ഞാൽ അത് എവിടെ തൊട്ടുണ്ട്? ബാബിലോൺ, പണ്ടത്തെ പുരാതന ബാബിലോൺ മുതലേ ആ വ്യവസ്ഥത ഇങ്ങ് വരുന്നു, ആ വ്യവസ്ഥിതി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കൽദായ ഭാഷ, കൽദായ മതം, കൽദായ എന്നുള്ള വാക്കുകൾ ഇന്ന് കാത്തലിക് സമൂഹം ഉപയോഗിക്കുന്ന വാക്കാണ്, കാൽദിയൻസ് എന്നുള്ള വാക്ക്. അപ്പോൾ അവരുടെ ആ ചൊല്ലിലും അവരുടെ ടോപ്പിക്കിലും ഒക്കെ പല കാര്യങ്ങളിലും അവരുടെ ചൊല്ല് വരുമ്പോഴൊക്കെ കൽദായ എന്നുള്ള പ്രയോഗം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അത് എവിടുന്ന? ബാബിലോൺ, പുരാതന ബാബിലോണിൽ നിന്ന് ബാബിലോന്യ മതം മറുരൂപപ്പെട്ട് റോമാ മതമായി. റോമാ മതം മറുരൂപപ്പെട്ട് എന്തായി? റോമൻ കാതോലികം എന്ന് പറഞ്ഞാൽ സർവലൗകികം. കാതോലികം, റോമൻ കത്തോലിക്ക സഭ, മതം, അങ്ങനെ റോമൻ കാത്തലിക് റിലീജിയൻ മതമായിട്ട് നമ്മളതിൽ കാണാം. ഓക്കെ, ഞാനത് ജസ്റ്റ് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഇനി ഈ മഹാവേശ്യെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വരുമ്പോൾ ഏതിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് വിരൽ ചൂണ്ടുന്നതെന്ന് ഏകദേശം നമുക്ക് വ്യക്തമാകുവാൻ കർത്താവ് സംഗതിയാക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ മഹാവേശ്യയെക്കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ 7 കലശമുള്ള ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. ആരോട്? യോഹന്നാനോട് സംസാരിച്ചു. എന്നിട്ട് പറയാം, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് യോഹന്നാനെ ഈ ദൂതൻ ആഹ്വാനം ചെയ്യുന്നത്. കാണിച്ചു തരാം, ന്യായവിധി കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ 3-ാം വാക്യത്തിൽ അവൻ എന്നെ, ഈ ദൂതൻ യോഹന്നാനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആര് കണ്ടു? യോഹന്നാൻ കണ്ടു. ഇനി ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പു നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ദൂതൻ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് തുടരുകയാണ്. ഈ അധ്യായം ജസ്റ്റ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിക്കണം. കാരണം ഈ അധ്യായത്തിലൂടെയാണ് ഇനി ഒരു 3-4 ക്ലാസ്സുകൾ നമ്മൾ നിന്ന് ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. കാരണം ഇന്ന് നമ്മൾ മാർമിക ബാബിലോൺ, അത് ഈ മഹാവേശ്യയെ മാത്രമാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത്.
എന്നാൽ 10 കൊമ്പുകളെ അടുത്ത ഈ ഒരുക്കങ്ങളിൽ ഒന്ന് മഹാവേശിയാകുന്ന മാർമിക ബാബിലോൺ. ഒരുക്കങ്ങളുടെ രണ്ടാമത്തെ ടോപ്പിക്ക് വരുന്നത് 10 കൊമ്പുകൾ എന്നുള്ള ടോപ്പിക്കാണ്. പിന്നെ മൂന്നാമത്തെ ടോപ്പിക്ക് വരുന്നത് 7 തലയുള്ള ഘോരമൃഗം. അപ്പൊ ഇത് 3 ടോപ്പിക്ക് ഈ 17-ാം അധ്യായത്തിലാണ്. മനസ്സിലായി? അത് മൂന്നായിട്ട് ശ്രദ്ധിക്കണം. അത് 3 കാര്യങ്ങളാണ്. എന്നാൽ അത് ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുക ദൈവത്തിന്റെ ആത്മാവ്. കാരണം അതങ്ങനെ, അതിന്റെ ആവിർഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് അത് എത്ര ഭംഗിയായിട്ടാണ് കർത്താവ് തന്നെ അത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ അല്പം അത്ഭുതത്തോടുകൂടി നോക്കും. അവൾ ഇരിക്കുന്നത് ആ മൃഗത്തിന്റെ മേലാണ്. അപ്പോൾ ഇരിപ്പ് തന്നെ നോക്കിക്കേ, ഒന്ന് നോക്കാം. ഈ മഹാവേശിയെ കുറിച്ചുള്ള പരാമർശങ്ങൾ വെളിപ്പാട് പുസ്തകം ഈ നമ്മൾ 17-ന്റെ 2-ാം വാക്യത്തിൽ അവളെ എവിടെ ഇരിക്കാന്ന് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് എവിടെയാ? 2-ാം വാക്യത്തിൽ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യ. ഓക്കെ, 2-ാം വാക്യത്തിൽ എന്ത് പറഞ്ഞിരിക്കുക? പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന വേശ്യ. ഇനി 17 ഞാൻ പറയില്ല, അടുത്ത വാക്യങ്ങൾ പറയാം. 3-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നേ? ഈ സ്ത്രീയെ 7 തലയും 10 കൊമ്പുമുള്ള മൃഗത്തിന്മേലിരിക്കുന്നതാണ് യോഹന്നാൻ കാണുന്നത്. അപ്പോൾ ആദ്യം അവള് ഇരിക്കുന്നത് പെരുവെള്ളത്തിന്മേലെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. രണ്ടാമത്തെ ഈ മൃഗത്തിന്റെ മേലെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി ഇതേ അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരാം. അതുകൊണ്ട് ഞാൻ ഈ അധ്യായം മുഴുവനും നിങ്ങൾ വായിച്ചു വെക്കണം. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന ഇരിക്കുമ്പോഴായാലും ആ അധ്യായം ചുമ്മാ ഒന്ന് വായിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് ക്ലിക്കായി കിടക്കുമല്ലോ. 9-ാം വാക്യത്തിൽ എങ്ങനെയാണ്? ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകും. ഈ തല 7 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ മൃഗത്തിന്റെ തലയെ കുറിച്ച് പറയാണ്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകും. അപ്പോൾ 7 മലയുടെ മേൽ സ്ത്രീ ഇരിക്കുന്നു എന്ന് പറയുക. ഇനി ആ 7 തലയെ കുറിച്ച് 2 വ്യാഖ്യാനമുണ്ട്. ദൈവത്തിന്റെ ദൂതൻ 2 വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഒന്ന് സ്ത്രീയോട് ബന്ധപ്പെട്ട ഒരു വ്യാഖ്യാനവും പിന്നെ മൃഗത്തോട് ബന്ധപ്പെട്ട ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ സ്ത്രീയോട് ബന്ധപ്പെട്ട വ്യാഖ്യാനമാണ് നമ്മൾ സ്ത്രീയെ കുറിച്ച് പഠിക്കുമ്പോൾ എടുക്കേണ്ടത്. മറ്റതെന്താ? മൃഗത്തെ കുറിച്ച് അവ 7 രാജാക്കന്മാരുമാകുന്നു. 7 തല 7 മലയെ കുറിക്കുന്നു. അപ്പോൾ തന്നെ അത് 7 രാജാക്കന്മാരെയും കുറിക്കുന്നു. അപ്പോൾ 7 രാജാക്കന്മാരെ കുറിക്കുന്നു എന്നുള്ളത് മൃഗവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സ്ത്രീ ഇരിക്കുന്ന 7 തല അത് 7 മലയാകുന്നു എന്ന് പ്രത്യേകം പറയാം. അപ്പോൾ 7 മല. അപ്പോൾ അവിടെ ഒന്നാമത് അവൾ പെരുവെള്ളത്തിന്മേലെ ഇരിക്കുന്നു, രണ്ടാമത് അവൾ ആ മൃഗത്തിന്റെ മേലിരിക്കുന്നു, മൂന്നാമത് അവൾ 7 മലയുടെ മേലിരിക്കുന്നു. ഓക്കെ, ഇനി 17 ഇതേ അധ്യായം 15-ാം വാക്യത്തിൽ ശ്രദ്ധിക്കുക. ഈ ദൂതൻ 1-2 വ്യാഖ്യാനങ്ങൾ അതിന് കൊടുക്കുന്നുണ്ട്. 15-ാം വാക്യത്തിൽ പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വെള്ളം എന്ന് പറഞ്ഞാൽ ആ പെരുവെള്ളം, അല്ലേ? പെരുവെള്ളത്തിന്മേൽ ഇരിക്കുന്നു എന്നുള്ള ആദ്യം പറയുന്നത്. ആ പെരുവെള്ളം എന്താണെന്ന് വ്യാഖ്യാനം നമ്മൾ നമ്മുടേതായ വ്യാഖ്യാനം കൊണ്ടുവരുമല്ല. തിരുവെഴുത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നെ അത് വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട്. അത് കണക്ട് ചെയ്താൽ മതി നമ്മൾ. അപ്പോൾ 15-ാം വാക്യത്തിൽ നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വെള്ളം, ആ വെള്ളത്തെ കുറിച്ച് പറയാം. എന്താ ആ വെള്ളം? എന്തിനെ കാണിക്കുന്നത്? വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നോക്കിക്കേ, എന്തോ ഒരു പ്രത്യേകമായ വ്യാഖ്യാനമാണ്. ആ പെരുവെള്ളത്തെ കുറിച്ച് പറയുകയാണ്. അത് ജാതികളാണ്, അത് വംശങ്ങളാണ്, പുരുഷാരങ്ങളാണ്, ജാതികളാണ്, ഭാഷ. ജാതികൾ എന്നുള്ള പോയിന്റ് എന്താ എടുക്കുന്നത്? നേഷൻസ് എന്നുള്ള വാക്കാണ്. ഇംഗ്ലീഷ് വരുമ്പോൾ നേഷൻസ്, രാജ്യങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ജാതികൾ. വെളിപ്പാട് പുസ്തകത്തിൽ ജാതികൾ നമ്മള് ജാതികൾ എന്നുള്ളത് എന്താ പറയുന്നത്? ഈ ജെന്റൈൽസ് എന്നുള്ളൊരു പ്രയോഗം ബൈബിളിലുണ്ട്, അല്ലേ? ജാതികൾ, പുറജാതി നായ്ക്കൾ, പുറജാതികൾ എന്ന് പറഞ്ഞാൽ യവനർ എന്നുള്ളത് ജെന്റൈൽസ് എന്നുള്ള അർത്ഥത്തിൽ ജാതികൾ എന്നുള്ള വാക്ക് തിരുവഴുത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ജാതികൾ എന്നുള്ള പ്രയോഗം നേഷൻസ് എന്നുള്ള, രാജ്യങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നോക്കിക്കേ, ആ പെരുവെള്ളത്തെ കുറിച്ചുള്ളൊരു വ്യാഖ്യാനം ദൂതൻ കൊടുത്തിരിക്കുകയാണ്. എന്ത്? വംശങ്ങളാണ്, പുരുഷാരങ്ങളാണ്, ജാതികളാണ്, ഭാഷകളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു വ്യവസ്ഥിതിയെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിയണം. ഓക്കെ, നമുക്കതിന്റെ ക്ലിയറിലേക്ക് വരാം. ഇതിന് 18-ാം വാക്യം 18, നീ കണ്ട സ്ത്രീയോ. അപ്പൊ ഈ സ്ത്രീയെ കുറിച്ച് ഒരു വ്യാഖ്യാനം, നീ കണ്ട സ്ത്രീയോ. അവസാനത്തെ വാക്യത്തിൽ നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജത്വമുള്ള മഹാനഗരം തന്നെ.
അപ്പൊ ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നും 18-ാം അധ്യായത്തിലെ മഹാനഗരമാണ് ആ മഹാനഗരം. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ മഹാനഗരം ഈ 18-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന മഹാനഗരം 18-ാം അധ്യായത്തിലെ മഹാനഗരവുമായിട്ട് വ്യത്യസ്തപ്പെട്ട 18-ാം അധ്യായത്തിലെ മഹാനഗരം ബാബിലോൺ നഗരം, കൊമേഴ്ഷ്യൽ ബാബിലോൺ പട്ടണമാണ്. എന്നാൽ ഈ 17-ന്റെ 18-ാം വാക്യത്തിൽ പറയുന്ന ഒരു മഹാനഗരമുണ്ട്. ആ മഹാനഗരം ബാബിലോൺ അല്ല, അത് റോമാ നഗരമാണ്. അത് നമുക്ക് കണക്ട് ചെയ്യണം, ക്ലിയർ ആകണം. ഇത് മനസ്സിലാക്കി പോകാൻ നമ്മൾ ശ്രദ്ധയോടുകൂടി ഇരിക്കണം, തെറ്റിപ്പോകരുത്. അപ്പോൾ അവൾ എവിടേക്ക് ഇരിക്കുന്നത്? ഒന്ന് പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്നു. രണ്ടാമത് അവൾ ഇരിക്കുന്ന കഥ മൃഗത്തിന്റെ മേൽ, ആ ഘോര മൃഗത്തിന്റെ മേളിലിരിക്കുന്നു. മൂന്നാമത് അവള് 7 മലയിൽ മേളിലിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കാം, ഈ പെരുവെള്ളത്തെ കുറിച്ച് പറയുമ്പോൾ ആ പെരുവെള്ളത്തെ കുറിച്ചുള്ള വ്യാഖ്യാനമാണ് അത് വംശങ്ങളും പുരുഷാരങ്ങളും ഭാഷകളും ജാതികളും അത്രയെന്ന് പറയുക. നമ്മുടെ മനസ്സിലേക്ക് ഏത് വ്യവസ്ഥ അവിടെ വരുന്നത്? ഇത്രയും രാജ്യങ്ങളിൽ അല്ലെ, അനേക രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന, എന്നാൽ അതത് രാജ്യങ്ങളിലുള്ള ഭാഷകളാണ് ആ വ്യവസ്ഥയ്ക്കുള്ളത്. പുരുഷാരം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചു, ഏറ്റവും കൂടുതൽ ജനമുള്ള മതമാണ് വലിയ മതം അല്ലേ? അങ്ങനെയല്ലേ കൂട്ടുന്നത്? ഏറ്റവും കുറച്ചും ജനമുള്ള മതത്തെ വലിയ മതം എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ ഏറ്റവും വലിയ മതം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുരുഷാരമുള്ള ജനസംഖ്യയിൽ ഏറ്റവും വലിപ്പം കൂടിയതാണ് ആ ഏറ്റവും വലിയ മതം. അപ്പോൾ പുരുഷാരങ്ങൾ, വംശങ്ങൾ അല്ലേ, അനേക വംശമാണ് എല്ലാ രാജ്യങ്ങളിലും അല്ലേ. എല്ലാ രാജ്യങ്ങളിലും എത്രയോ വംശങ്ങളാണ്. നമ്മൾ നോക്കി കേരളത്തിൽ തന്നെ എത്രയോ വംശങ്ങളാണ് ഈ ഒരു മതത്തിലേക്ക് പ്രത്യേകം പിടിച്ചു കയറുന്നത് അല്ലേ. അതുകൊണ്ടാണ് ലാറ്റിൻ കാത്തലിക്സ് എന്നുള്ള പ്രയോഗം വരുന്നത്. എന്തുവാ? അതൊരു വംശമാണ് അല്ലേ. അത് മുക്കുവർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സീഷോറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ലാറ്റിൻ കാത്തലിക്സ്. പക്ഷെ അവരുടെ മേലധികാരി ആരാ? പോപ്പാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വംശങ്ങൾ, പല വംശങ്ങളൊന്നുണ്ട്, ഇഷ്ടംമാതിരി വംശങ്ങളാണ്. അതുകൊണ്ടാണ് വംശങ്ങളും പുരുഷാരങ്ങളും ഭാഷകൾ. നോക്കിയ ഭാഷകൾ എത്രയോ ഭാഷകളിലാണ് അല്ലേ. ഈ വ്യവസ്ഥയിൽ നിൽക്കുന്നത് എത്രയോ ഭാഷകളിലാണ്. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളൊക്കെ രണ്ടും, അമേരിക്ക സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ കൊളംബസാണ് കണ്ടുപിടിച്ചത്. അത് 16th അവസാനമാണ്, അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിലാണ് അത് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഈ യൂറോപ്പിൽ നിന്ന് കുടിയേറിയ ക്രിസ്ത്യൻസ് ആണ് അല്ലേ അവിടെയും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് എന്ന് പറയാൻ കാരണം എന്താ? അവിടെ ലാറ്റിൻ അല്ലേ, ലാറ്റിൻ അമേരിക്കൻസ് ആ ലാറ്റിൻ അമേരിക്കൻസ്, ലാറ്റിൻ യൂറോപ്യൻസ് ആണ് അങ്ങോട്ട് കയറിയത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷകൾ, ഫ്രഞ്ച് ഭാഷയോ സംതിങ് സ്പാനിഷ് ഭാഷയോ ഒക്കെ ആ രാജ്യങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇതെല്ലാം പറയുന്നത്? നമ്മൾ ഒരു വ്യവസ്ഥ ശ്രദ്ധിക്കാനായിട്ട്, എന്താണ് മാർമിക ബാബിലോൺ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ക്ലാരിറ്റി കൊണ്ടുവരുന്നത്. അവൾ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്നു, മഹാവേശ്യ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്നു. ഇനി അവളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രയോഗം ഭൂമിയിലെ രാജാക്കന്മാരോട് അല്ലേ. 1-ാം വാക്യത്തിൽ ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി. എന്തിനാ ദൈവത്തിന്റെ ആത്മാ ആ വാക്ക് വേശ്യാവൃത്തിയുടെ മദ്യത്താൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക ഉപദേശം, ഒരു പ്രത്യേക നോക്കിയ സത്യം എന്താ? ഈ സത്യം ഇപ്പൊ ക്രിസ്തുവാണ് മധ്യസ്ഥൻ അതല്ലേ സത്യം അല്ലേ. ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്. പക്ഷെ ഇവരെന്താ പഠിപ്പിക്കുന്നത്? പുണ്യാളന്മാരും മധ്യസ്ഥരാണ്, പിന്നെ കന്യക മറിയ പ്രധാന മധ്യസ്ഥയാണ് അല്ലേ. അപ്പോൾ അതിലേക്ക് ആ ദുരുപദേശം കയറ്റിവിടുന്ന കണ്ടോ? സത്യത്തിന് ഏറ്റവും വിരുദ്ധമായിട്ടാണ് അവർ നീങ്ങുന്നത്. അപ്പോൾ ആ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ ഒക്കെ മത്തരാക്കി. ശരിയല്ലേ? മത്ത് പിടിച്ചിരിക്കുകയല്ലേ? അതിൽ നിന്ന് അവർ പിടിവിടുന്നുണ്ടോ?
അതിൽ നിന്ന് പിടിവിടുവാൻ സുവിശേഷത്തിൻ്റെ ആ സുവിശേഷത്തിൻ്റെ സത്യം അവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തനം കൊണ്ടുവരാതെ അവര് ഈ പുണ്യാളന്മാരോടുള്ള പ്രാർത്ഥന വിടുവോ? ഞാൻ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ പറയാതെ ഈ അടുത്ത കാലത്ത് പുണ്യാളന്മാരുടെ ലിസ്റ്റിൽ നിന്ന് ഗീവർഗീസ് മുത്തപ്പനെ മാറ്റിയെന്ന്. കാരണം ചരിത്രം നോക്കിയപ്പോൾ അങ്ങനെ ഒരു പാർട്ടി ഇല്ലെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പം ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു, അപ്പോൾ ഇത്രയും നാളും ഗീവർഗീസിനോട് പ്രാർത്ഥിച്ചത് മുഴുവനും യൂസ്ലെസ് ആയിപ്പോയല്ലോ, എന്ത് ചെയ്യാനാ? യാക്കോക്കാർ ഇപ്പോഴും ഗീവർഗീസിനെ പിടിച്ചോണ്ടിരിപ്പുണ്ട്. പക്ഷേ കത്തോലിക്കരുടെ പുണ്യാളന്മാരുടെ ലിസ്റ്റിൽ നിന്ന് ഗീവർഗീസിനെ എടുത്ത് മാറ്റിയെന്ന്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് ഒരു ഗീവർഗീസ് പുണ്യാളൻ്റെ ഒരു പ്രതിമ പണ്ട് തമിഴ്നാട്ടിൽ സേലത്ത് പോയി വലിയ ഒരു വള്ളത്തിൽ കയറ്റി ഒരു വിധത്തിൽ ഇവിടെ ഇടുക്കിയിൽ അവിടെ എന്താ പറയുന്ന മുണ്ടക്കയത്ത് കൊണ്ട് സ്ഥാപിച്ചത്. അവരുടെ വീടിൻ്റെ അവരായിട്ട് കൊടുത്ത സ്ഥലത്ത് ഒരു പുണ്യാളൻ്റെ ഒരു പ്രതിമ കൊണ്ട് സ്ഥാപിക്കുവാൻ വലിയ കാശ് മുടക്കി അക്കാലത്ത് കൊണ്ടുവന്നു എന്ന് പറയുകയത്. അപ്പോൾ ഇപ്പം ഞാൻ പറയാം, അപ്പോൾ അതൊക്കെ കൊണ്ട് സ്ഥാപിച്ചത് വെറുതെ ആയല്ലോ, എന്ത് ചെയ്യാം? അപ്പോൾ ഡോക്ടർ വിശ്വാസത്തിലേക്ക് വന്നതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ മതം ജനത്തിന്റെ ഹൃദയത്തിലേക്ക് സത്യത്തിന് വിരുദ്ധമായത് ഇഞ്ചക്ട് ചെയ്യുവാനായിട്ട് അതിൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യം, അതൊരു മദ്യമാണ്, അല്ലെ അതൊരു ലഹരിയാണ്. റോമൻ കാത്തലിക്കിസം എന്ന് പറഞ്ഞാൽ അതൊരു മദ്യം, ഒരു ലഹരിയാണ്. ആ വീര്യത്തിൽ, അതിൽ ആ സ്പിരിറ്റിൽ എന്താ ശക്തി? അവരെ ഇളകണമെന്ന് വെച്ചാൽ ഇളകിയാൽ എന്തായിരിക്കും സ്ഥിതി, അല്ലേ? വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും, എന്തോരം ഭാഷകളാണ് അവരിലുള്ളത്. അപ്പോൾ നമ്മൾ ആ വ്യാഖ്യാനം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എത്ര ക്ലിയർ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. പെരുവെള്ളം അത് ജാതികളും ഭാഷകളും വംശങ്ങളും പുരുഷാരങ്ങളുമാണെന്ന് പറയുമ്പോൾ അങ്ങനെ വേറൊരു വ്യവസ്ഥിതി ഉണ്ടോ ഭൂമിയിൽ? നീ നോക്കിക്കേ, മുസ്ലിം കൂട്ടമാണ് എന്ന് പറയുന്നില്ല. അറബി രാജ്യങ്ങൾ നോക്കിയാൽ മിക്കവാറും അവരുടെ ഭാഷ ഒന്നാ, അല്ലേ? അറബിക് ഭാഷയാണ്. അറബിക് രാജ്യങ്ങളുടെ ഭാഷ ഏകദേശം ഒരുമിച്ചാച്ച. ഈജിപ്ഷ്യൻ ലാംഗ്വേജിലൊക്കെ ഒരല്പം വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അറബിക്, എന്നാൽ യൂറോപ്യൻ ലാംഗ്വേജ് തന്നെ ജർമ്മൻ ഭാഷ കേട്ടാൽ ഇംഗ്ലീഷുമായിട്ട് ഒരു ബന്ധമില്ല. ഇംഗ്ലീഷ് ജർമ്മനിക്കാർ ഇംഗ്ലീഷ് കേട്ടാൽ അവർക്കൊന്നും മനസ്സിലാകില്ല. ഫ്രഞ്ച് വേറെ ഭാഷയാണ് എന്ന് പറഞ്ഞാൽ ആ ഭാഷകൾ എന്ന് പറയുമ്പോൾ തന്നെ അത് വ്യത്യസ്തമായ ഭാഷയാണ്. അപ്പോൾ ഈ വ്യവസ്ഥിതിയിലേക്ക് ഇസ്ലാമിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുവാനായിട്ടിടയായി തീർന്നു, വിശുദ്ധന്മാരുടെ രക്തം കുടിച്ചത് ഇസ്ലാമാണോ റോമ മതമാണോ? വിശുദ്ധന്മാരുടെ രക്തം കുടിച്ചത് അത് റോമ മതമാണ്, അല്ലേ? അപ്പൊ ഈ സ്ത്രീയെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്, വിശുദ്ധന്മാരുടെ രക്തം അവളുടെ പാനപാത്രത്തിലുണ്ട് എന്ന് പറയുക. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഒരു വ്യവസ്ഥതയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വിരൽ ചൂണ്ടുകയാണ്. ആരാണ് ഈ മഹാവേശ്യ? അപ്പോൾ നമ്മൾ ദൈവസഭ ഉൽപ്രാപണത്താൽ എടുക്കപ്പെടുമ്പോൾ ശേഷിക്കുന്ന ക്രൈസ്തവ ലോകം ഏക നേതൃത്വത്തിലേക്ക് വന്നു ചേരും. ഇപ്പോ ഇഷ്ടമാതിരി സഭകളാ, അല്ലേ? ഇഷ്ടമാതിരി സഭകൾ. എന്നാൽ എല്ലാ സഭകളിലും എല്ലാ മതങ്ങളിലും വീണ്ടെടുക്കപ്പെട്ടവരുണ്ടോ? വീണ്ടെടുക്കപ്പെട്ടവരുണ്ട്. കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാവരും കാന്തം ഇരുമ്പ് പൊടിയെ വലിച്ചടിപ്പിക്കുന്ന പോലെ അവരിവിടുന്ന് മാറ്റപ്പെടും. പിന്നെ ശേഷിക്കുന്ന ക്രൈസ്തവ ലോകം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസ്ഥിതിയാണ്. അതിൽ തന്നെ 90% കാത്തലിക്സാണ്. ബാക്കി വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി ജാക്കബൈറ്റ്സും പിന്നെ ഓർത്തഡോക്സും മാർത്തോമ ഇവാഞ്ചലിക്കൽ ബ്രദറിനെ ഒഴിവാക്കണ്ട, ബ്രദറിനും പെന്തിക്കോസും ഒക്കെ ഉണ്ടാവും. ശേഷിക്കുന്ന ഒരു വലിയൊരു കൂട്ടം നാമധേയ ക്രൈസ്തവ ലോകം. ഈ നാമധേയ ക്രൈസ്തവ ലോകം പിന്നെ അവർക്കൊരു ലീഡർ, അല്ലേ? ഒരു മാർമിക ബാബിലോൺ രൂപപ്പെടുന്നത് കണ്ടോ? സത്യസഭ എടുക്കപ്പെടുന്നത് വരെ ഇത് രൂപീകരിക്കപ്പെടുമോ? നമ്മുടെ ബ്രദറൻ സഭാഗോളത്തിൽ തന്നെ ഒരു സഭ, ഒരു ഐക്യം, സഭകൾ ഇപ്പൊ ചിതറിക്കിടക്കുന്ന മറ്റ് സഭകളുമായിട്ടൊരു ഐക്യതയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമുണ്ടോ ഇല്ലയോ? ഇല്ല ബ്രദറെ, ഉണ്ട്.
ചില രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് അല്ലേ, നമ്മുടെ ആ സ്ട്രെങ്ത് കാണിക്കാൻ മറ്റ് സഭകളോ ഒരുമിച്ച് ചേർന്ന് അല്ലേ, പണ്ട് അങ്കമാലിയിൽ ഒരു മദ്യക്കട അല്ലെങ്കിൽ ഒരു മദ്യഷോപ്പ് മാറ്റാനായിട്ട് അതിനുള്ള മറ്റ് സഭകളെ കൂട്ടുപിടിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തുവാനായിട്ട് വേണം. വാസ്തവത്തിൽ സത്യത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഈ സ്ഥലം സഭകളിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ആ മൂവ്മെന്റ് ശക്തി പ്രാപിക്കാത്തത്, അല്ലേ? അത് തന്നെയാ അതിന്റെ കാരണം. എടാ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. 84 സംഘത്തിന് ബലം, നമ്മുടെ ബലം ആൾപ്പെരുപ്പത്തിലാണോ? എന്നാൽ ദേവദാസ് ഭരണഘടനയിൽ സുവിശേഷം അറിയിക്കുവാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണോ നമ്മൾ സുവിശേഷം അറിയിക്കുന്നത്? അതെയോ കർത്താവ് സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണോ അറിയിക്കുന്നത്? ഇനി ഭരണഘടനയിൽ അങ്ങനെ ഒരു ക്ലോസ് ഇല്ല എങ്കിൽ നമ്മൾ സുവിശേഷം അറിയിക്കേണ്ടെന്നാണോ തീരുമാനം? ഭരണഘടനയെ പിടിച്ചോ, ഭരണഘടന ബലമായിട്ട് കാണുന്ന വിശ്വാസികളില്ലേ നമ്മുടെ കൂട്ടത്തിൽ? അതുപോലെ ഭരണഘടന എഴുതിയിട്ടുണ്ട് നമുക്ക് കേസ് കൊടുക്കാൻ വകുപ്പൊക്കെ ഉണ്ട്, അല്ലേ? എത്ര പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഭരണഘടനയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണോ നമ്മുടെ വിഷയം? നമ്മുടെ കർത്താവ് പറഞ്ഞു എന്നുള്ളതല്ലേ വിഷയം. ഇവിടെയാണ് നാം, എവിടെയാണ് നമ്മുടെ ബലം? നമ്മുടെ ബലം ആൾപ്പെരുപ്പത്തിലാണോ? നമ്മുടെ ബലം മസിൽ പവറിലാണോ? നമ്മുടെ ബലം പണം, ധനത്തിന്റെ ബലത്തിലാണോ? ഇതൊന്നും ബലമല്ല കേട്ടോ, ദൈവം മുമ്പാകെ ശൂന്യം പിടിച്ചതാ. എന്നാൽ ബലം കർത്താവിൽ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യാവസ്ഥയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുമ്പോൾ തങ്കൽ ഏകാഗ്രചിത്തനായിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി, ഇല്ലേ, ഒരാൾക്ക് തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അങ്ങനെ യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നുണ്ട്. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി എന്നല്ല, തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി. ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ കാത്തിരിക്കാൻ തയ്യാറായാൽ യെസ്, ഗോഡ് വിൽ, ദൈവം പ്രവർത്തിക്കും, ഗോഡ് വിൽ ആക്ട്. അങ്ങനെ വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ അവൻ ബലം ആരില്ല കണ്ടെത്തിയത്? അവൻ ധനത്തിലല്ല, മസിൽ പവറിലുമല്ല, ആൾപ്പെരുപ്പത്തിലുമല്ല. പിന്നെ എവിടെ ബലം കണ്ടെത്തുന്നത്? അവൻ ബലം കണ്ടെത്തുന്നത് കർത്താവിലാണ്. കാരണം ലോകം മുഴുവനും എനിക്കെതിരായിക്കോട്ടെ, ഇഫ് ഗോഡ് ഈസ് വിത്ത് മീ, എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ടെങ്കിൽ യെസ്, എൻ്റെ കാര്യം അവൻ സാധിപ്പിക്കും. അവിടെയല്ല നമ്മുടെ ബലം കണ്ടെത്തേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നും ആ എക്യുമെനിക്കൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ആ മറ്റ് സഭകളുമായിട്ട് ഒന്നായിട്ട് നിന്ന് നമ്മുടെ ആൾപ്പെരുപ്പത്തിൽ നമ്മുടെ ബലം കാണിക്കുവാൻ തയ്യാറാകണമെന്ന് നമ്മെ ഉപദേശിക്കുന്നവർ നമ്മുടെ സ്ഥലം സഭകളിലുണ്ട്. പക്ഷെ അവരുടെ ആ ഉപദേശത്തിന് ശക്തി കിട്ടാത്തതിന്റെ കാരണം എന്താ? ആ സ്ഥലം സഭകളിൽ കർത്താവിൽ ബലം കണ്ടെത്തി വിശ്വാസം അർപ്പിക്കുന്ന ഒരു കൂട്ടം ഇന്നും ഉണ്ട്. അർത്ഥാൽ കർത്താവ് വന്നിട്ടില്ല. കർത്താവ് വന്നു കഴിഞ്ഞാൽ അവരങ്ങ് എടുക്കപ്പെടും. അവരെടുക്കപ്പെട്ടാൽ പിന്നെ മറ്റവരുടെ കാര്യം എല്ലാവരും ഒന്നാ, അല്ലേ? ബാക്കി ശേഷിക്കുന്നവരൊക്കെ ഇതിനൊപ്പം നിൽക്കുന്നവരാ. ഓട്ടോമാറ്റിക്കലി ആ മാർമിക ബാബിലോൺ എന്ന പോയിന്റിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സത്യസഭ എടുക്കപ്പെടാത്തിടത്തോളം കാലം മാർമിക ബാബിലോൺ തെളിഞ്ഞു വരികയില്ല. മാർമിക ബാബിലോൺ തെളിയുക എന്ന് പറഞ്ഞാൽ ദ ഹോൾ, വിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ ലോകം മുഴുവനും ഏക വ്യവസ്ഥയുടെ കീഴിലേക്ക് വരും. അത് ആൾപ്പെരുപ്പത്തിൽ ഏറ്റവും ബലമായിട്ട് നിൽക്കുന്നതിന്റെ കീഴിലേക്ക് ആൾ ചുരുക്കമായിട്ടിരിക്കുന്ന മറ്റ് സഭകളും കൂടി ചേരും. അല്ലാതെ ശേഷിക്കുന്ന ബ്രദറുകാർ പറയാന്ന് വിചാരിച്ചോ, ഞങ്ങളാ ലീഡ് ചെയ്യുന്നത്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് കത്തോലിക്കരോട് പറഞ്ഞാൽ കേൾക്കൂ? നടക്കൂല. ശേഷിക്കുന്ന ബ്രദറെ, ഞങ്ങൾക്ക് ശരിയായ ഉപദേശം അറിയാവുന്നത്, വിടപ്പെട്ടു പോകുന്നവരെ അവർ ഉപദേശം പറയൂലോ, ഞങ്ങളാ ലീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആര് കേൾക്കും? ആരും ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾ ചുരുക്കമുള്ളവർ ആൾ പെരുപ്പമുള്ളതിലേക്ക് ചേർക്കപ്പെടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾ പെരുപ്പമുള്ള ആ സഭ, ആ വംശം, ആ വ്യവസ്ഥിതി ഏതാ? ലോകരാഷ്ട്രങ്ങളെല്ലാം പരന്നു കിടക്കുന്നുണ്ട്, അല്ലേ? എല്ലാ രാജ്യങ്ങളിലും പരന്നു കിടക്കുന്ന എല്ലാ രാജ്യങ്ങളും, ഞാൻ ചോദിക്കട്ടെ, ബൈബിള് എല്ലാ ലാംഗ്വേജിലും അടിച്ചിട്ടുണ്ട്, അല്ലേ? ഖുറാൻ കുറച്ച് ലാംഗ്വേജിലേ അടിച്ചിട്ടുള്ളൂ. എന്നാൽ അടിച്ചിട്ടുണ്ടെങ്കിലും അവരവരുടെ പള്ളിയിൽ വായിക്കുമ്പോൾ അറബി തന്നെ വായിക്കണം, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഭാഷകളിൽ വായിക്കാനായിട്ട് പള്ളിയിൽ അവർ ഭക്തിയോടുകൂടി വായിക്കുന്നത് അറബി തന്നെ വായിക്കുള്ളൂ.
അപ്പോൾ ഭാഷകളും എന്നുള്ള പ്രയോഗത്തിൽ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇന്ന് അവരാണ് ഈ വ്യവസ്ഥ എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന ഒരു വ്യാഖ്യാനം നമ്മുടെ ഇടയിൽ ഉയർന്നു വരുന്നിട്ടുണ്ട്. ഞാൻ അതിനെ എതിർക്കാനോ, പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇത് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ വ്യവസ്ഥ ഇതാണെന്ന് പഠിപ്പിക്കുന്നു എന്നുള്ളതിന്റെ കാരണം എന്താ? ഭാഷകൾ, എല്ലാ ഭാഷകളിൽ അല്ലേ, മാക്സിമം ഭാഷകളിൽ അച്ചടിക്കപ്പെട്ട ഏക ഗ്രന്ഥം ബൈബിളാണ്. അപ്പോൾ മാക്സിമം ഭാഷകളിൽ അച്ചടിക്കപ്പെട്ടത് ഏകഗ്രന്ഥം ബൈബിൾ ആണെങ്കിലും മാക്സിമം ഭാഷകളിൽ ഈ ദുരുപദേശം, ബൈബിളിന്റെ സത്യോപദേശത്തിന് വിരുദ്ധമായിട്ട് ഉപദേശം പഠിപ്പിക്കുന്ന ഈ വ്യവസ്ഥിതി എല്ലാ ഭാഷകളിലും അവർ അച്ചടിച്ചിട്ടുണ്ട് ഇല്ലേ? ബൈബിള് വായിക്കാൻ അനുവാദമില്ലായിരുന്നല്ലോ ഒരു ഘട്ടം വരെ. അവര് എഴുതി കൊടുക്കുന്ന പ്രമാണം വായിക്കുക, ആ പുസ്തകം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാ പറയുന്നത്. അതെല്ലാ ഭാഷകളിലും അടിച്ചിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഭാഷകളും വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും എന്നുള്ള പ്രയോഗം ഒരൊറ്റ വ്യവസ്ഥയിലേക്ക് ശ്രദ്ധിക്കുന്നത്, വിരൽ ചൂണ്ടുന്നത്. ഇനി അവളുടെ ഇരിപ്പ് പെരുവെള്ളത്തിന്മീതെ അവൾ ഇരിക്കുന്നു. ഇനി അടുത്തത് ഈ സ്ത്രീ, പിന്നെ അടുത്ത എവിടെ ഇരിക്കുന്നത്? മൃഗത്തിന്റെ മേളിലായിരിക്കുന്നത് അല്ലേ? ഈ മൃഗം ഏതാ? ഈ മൃഗം പീഡനകാലത്തിന്റെ മധ്യത്തിൽ എതിർ ക്രിസ്തു അധർമ്മമൂർത്തിയായിട്ട് മാറ്റം വരുന്നു. അധർമ്മമൂർത്തി, ഈ പീഡനകാലത്തിന്റെ മധ്യേ ഈ മൃഗം അധർമ്മമൂർത്തി ആകുന്നത് എപ്പോഴാ എങ്ങനെയാ? സ്വർഗത്തിലെ യുദ്ധത്തിൽ പിശാചിനെ എന്ത് ചെയ്യും? അവിടുന്ന് വെട്ടി താഴോട്ട് വിടുമ്പോൾ ഇവൻ, നമ്മൾ എന്താ പറയുന്ന കാഹളങ്ങൾ പഠിച്ചപ്പോൾ ഇവൻ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ആ ഒരു രംഗം പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. അത്യാസന്ന നിലയിൽ ഇപ്പോൾ മൃഗത്തിന്റെ മരണവാർത്ത കേൾക്കുമെന്ന് ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തു നിൽക്കുന്ന ഭൂവാസികൾ മുഴുവനും അന്തം വിടുന്ന ഒരു വരവാണ് ഇവൻ ആ വെന്റിലേറ്ററിലൊക്കെ ദൂരെ ICU നിന്നും ശക്തിയോടുകൂടി വിസ്മയിപ്പിക്കുന്ന രൂപത്തിൽ അവൻ ഇറങ്ങി വരുന്നത്. അങ്ങനെ ഇറങ്ങി വരുന്ന ഈ മൃഗത്തിലേക്ക് ആര് വന്ന് കയറണം? സാക്ഷാൽ പിശാച് വന്ന് കുടിയേറണം. അപ്പോൾ സാക്ഷാൽ പിശാച് വന്ന് കുടിയേറുന്നത് വരെ അവൻ ലോക നേതാവാ, അവൻ ലോകത്തെ നിയന്ത്രിക്കുന്ന നേതാവാ. പക്ഷെ അവനെയാണ് മൃഗം എന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ അവന്റെ ഭരണം ലോകത്തിൽ ശക്തിപ്പെടുത്തുവാൻ, അവന്റെ ഭരണത്തിന് കീഴിൽ ലോകത്തെ മുഴുവനും ഒന്നടങ്കം കൊണ്ടുവരണമെങ്കിൽ അവന് സഹായമായി തീരുന്ന വ്യവസ്ഥിതി ഏതാ? അത് ഈ വ്യവസ്ഥിതിയാണ്. എന്ന് പറഞ്ഞാൽ ഈ പീഡനകാലത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ മൃഗത്തിന്റെ മേൽ ശക്തമായ നിയന്ത്രണം ആർക്കുണ്ടാകും? ഈ വേശ്യയ്ക്കുണ്ടാകും. അതുകൊണ്ടാണ് അവൾ എവിടെ ഇരിക്കുന്നത്? അവൾ മൃഗത്തിന്മേളിലിരിക്കുന്നത്. മൃഗത്തിന്റെ മേളിലിരിക്കുന്ന വ്യക്തി മൃഗത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് ക്ലിയർ ആണല്ലോ. അതിൽ മഹാവേശിയാണെന്ന് പറയുന്നുണ്ട്. അവൾ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ മൃഗത്തിന്മേലിരിക്കുന്നു. എന്താ? പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന ആ വ്യവസ്ഥിതി, ആ ഏകലോക ക്രൈസ്തവ സഭ, ഏകലോക ഐക്യ അഖില ലോക ക്രൈസ്തവ സഭ എന്ന് നമുക്ക് അതിനെടുക്കാം. അതുപോലെ തന്നെ അഖില ലോക മതസംഘടനയും വരും. ഈ കള്ളപ്രവാചകൻ അതിൽ നിന്ന് എഴുന്നേൽക്കുന്നത്, അതിൽ നിന്നാ. ഏത്? അഖില ലോക മതസംഘടന. സകല മതങ്ങളും ഒരു സംഘടന രൂപിച്ച് അതിലൊരു പ്രസിഡന്റോ അതിലൊരു സെക്രട്ടറി വരും. അതൊരു പ്രധാന വ്യക്തിത്വമാണ്. എന്നാൽ അഖില ലോക ക്രൈസ്തവ സഭ എന്ന് പറഞ്ഞാൽ ദ ഹോൾ നേഷൻസ്, എല്ലാ രാജ്യങ്ങളിലും പടർന്നു കിടക്കുന്ന, ഭാഷകളായിട്ടും വംശങ്ങളായിട്ടും പുരുഷാരങ്ങളായിട്ടും കിടക്കുന്ന ഈ വലിയ വ്യവസ്ഥിതി, അതിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ലോകരാജ്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റൂ? ഇവൾക്ക് അല്ലെങ്കിൽ ഈ മൃഗത്തിനെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്താ നമ്മൾ എന്താ പറയുക? ഈ മഹാവേശ്യം മൃഗത്തിന്മേൽ ഇരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, അർത്ഥം പിടികിട്ടുന്നുണ്ടോ? ഈ മൃഗത്തെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ട്രിബുലേഷൻ പീരീഡ് ആര് നിയന്ത്രിക്കും? ശക്തമായ നിയന്ത്രണം ഈ മാർമിക ബാബിലോണിനുണ്ടാവും. നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ 17-ാം അധ്യായം 16-ാം വാക്യം നോക്കിക്കേ. 16-ാം വാക്യത്തിൽ നമ്മൾ 10 കൊമ്പിനെ കുറിച്ചും മൃഗത്തെ കുറിച്ചും പിന്നെ പഠിക്കുന്നുണ്ട്. എന്നാൽ ഈ 10 കൊമ്പും മൃഗവും 16-ാം വാക്യത്തിൽ 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി
അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ഇതെപ്പോ സംഭവിക്കുന്നതാ? ഈ പീഡനകാലത്തിന്റെ മധ്യേ പിശാച് വന്ന് ഇവനിൽ കയറുന്നതോട് പിന്നെ ഇവന് വല്ലവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുമോ? പിശാചിനെ നിയന്ത്രിക്കാൻ ഏതെങ്കിലും സ്ത്രീക്ക് കഴിയോ? ഏതെങ്കിലും വ്യവസ്ഥയ്ക്ക് കഴിയോ? അതുവരെ ഇവള് നിയന്ത്രിക്കും. എന്നാൽ ഇവനിലേക്ക് പിശാച് വന്ന് കയറുന്നതോടുകൂടി പിശാച് ആരെയും തന്നെ നിയന്ത്രിക്കും. അവൻ സ്വേച്ഛാധിപതിയായിട്ടല്ലേ തെങ്ങുന്നത്. അപ്പോൾ അവനെ നിയന്ത്രിക്കും. ഇത്രയും നാളും കഴിഞ്ഞ 3.5 വർഷം നിയന്ത്രിച്ചു. ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കണമെന്ന് പറയുമ്പോൾ ഇവന്റെ വിധം മാറും. നശിപ്പിച്ച് കംപ്ലീറ്റ് റോമാസഭയെ മുഴുവനുമായിട്ട് നശിപ്പിക്കും. അത് തിന്നുകളയും എന്ന് പറഞ്ഞാൽ, നശിപ്പിച്ച് തിന്നുകളയും എന്ന് പറഞ്ഞാൽ എന്താ? റോമാസഭയുടെ സകല ആസ്തിയും ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിന്റെ ഭണ്ഡാരത്തിലേക്ക് കണ്ടുകിട്ടും. റോമാ നഗരം, ഇപ്പൊ അവിടെ ആ നഗരം നമ്മൾ 18-ാം വാക്യത്തിൽ നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജത്വമുള്ള മഹാനഗരം എന്ന് പറഞ്ഞിരിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ? ഏത് നഗരമാ? ഈ സ്ത്രീയുടെ ക്യാപിറ്റൽ എവിടെയാ? ഈ വ്യവസ്ഥയുടെ ക്യാപിറ്റൽ എവിടെയാ? റോമയിലെ വത്തിക്കാൻ നഗരം അല്ലേ? റോമാ നഗരം, റോമൻ. അപ്പോൾ ഈ റോമാ സഭ എന്ന് പറയുമ്പോൾ റോമൻ സാമ്രാജ്യം ഏതൊക്കെ ഭൂഖണ്ഡങ്ങളിലായിരുന്നു? റോമൻ സാമ്രാജ്യം ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ. അന്ന് അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ പ്രത്യക്ഷത്തിലില്ല. എന്നാൽ റോമാ സാമ്രാജ്യം അസ്തമിച്ചു. എന്നാൽ റോമാ സാമ്രാജ്യത്തിലുള്ള സകല രാജ്യങ്ങളിലും ഈ റോമാ മതത്തിന്റെ വേരുകൾ ഇറങ്ങി ഇല്ലേ? എങ്ങനെ ഇറങ്ങി? റോമൻ കത്തോലിക്ക സഭ വഴി ഇറങ്ങി. അതാണ് വ്യവസ്ഥിതി. അതാണ് മർമ്മമായിട്ട് നിൽക്കുന്നത്. നമുക്കത് മനസ്സിലാക്കാം. മർമ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം പിടികിട്ടണം. എന്താണ് മർമ്മമായിട്ട്? റോമാ മതത്തിന്റെ കംപ്ലീറ്റ് വേരുകൾ എന്ന് പറഞ്ഞാൽ ആ ബാബിലോന്യ മതം മറുരൂപപ്പെട്ടാണ് റോമാ മതം. റോമാ മതം മറുരൂപപ്പെട്ടാണ് റോമൻ കത്തോലിക്ക മതം. അപ്പോൾ റോമാ മതത്തിലെ സകല ദുഷ്കർമ്മങ്ങളും ദുരാചാരങ്ങളും ലോകത്തിൽ മുഴുവനുമായിട്ടും പരന്നു. ഈവൻ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്കും യൂറോപ്പിൽ നിന്ന് ആൾക്കാർ കുടിയേറിയപ്പോൾ ഈ വേരുകളുമായിട്ട് അങ്ങോട്ട് പോയത്. അതുകൊണ്ട് അവിടെയും ഇഷ്ടംമാതിരി കത്തോലിക്കരുണ്ട്. ലാറ്റിൻ അമേരിക്ക മുഴുവനും കാത്തലിക്സാണ്. USA കുറച്ച് വിശ്വാസികളുണ്ട്, എന്നാൽ ബഹുഭൂരിപക്ഷവും കാത്തലിക്സാണ്. ഞാൻ പറഞ്ഞു വന്നത്, ലോകരാജ്യങ്ങളിലേക്ക് റോമാ മതത്തിന്റെ അല്ലെ റോമൻ സാമ്രാജ്യത്വത്തിന്റെ ആ ഇരുമ്പയിര് അല്ലെ, ഇരുമ്പാണല്ലോ റോമാ സാമ്രാജ്യം. അതിന്റെ ആ വ്യവസ്ഥ ഇറക്കി വെച്ചിരിക്കുക, കംപ്ലീറ്റ് ലോകത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുക. എന്നിട്ട് ഈ വ്യവസ്ഥയുടെ ക്യാപിറ്റലായിട്ട് നിൽക്കുന്ന നഗരമാണ് റോമാ നഗരം, അല്ലെങ്കിൽ വത്തിക്കാൻ സിറ്റി. അവിടെയാണല്ലോ പത്രോസിന്റെ സിംഹാസനം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്, അവരുടെ കത്തീഡ്രലും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണെന്നുള്ളത് ക്ലിയർ ആകുന്നില്ലേ? ക്ലിയർ ആകണമല്ലോ. അപ്പൊ ഒന്ന് പെരുവെള്ളത്തിന്മേതേ ഇരിക്കുന്നു, രണ്ടാമത് അവൾ മൃഗത്തിന്മേലിരിക്കുന്നു, മൂന്നാമത് 7 മലയിലിരിക്കുന്നു. 7 മലകളുടെ പട്ടണം എന്ന് പുരാതന കാലത്തെ അറിയപ്പെടുന്ന പട്ടണം ഏതാ? റോമാ നഗരമാണ്. റോമാ നഗരം 7 മലകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണ്. എന്ന് പറഞ്ഞാൽ 7 മലകളുടെ പട്ടണം എന്ന് പുരാതന കാലം മുതലേ അറിയപ്പെടുന്ന ഒരു പട്ടണമാണ് റോമാ നഗരം. അതുകൊണ്ടാണ് നീ കണ്ട സ്ത്രീയോ അത് ഒരു രാജത്വമുള്ള മഹാനഗരം. ശരിയാ, റോമൻ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ എവിടെയായിരുന്നു? റോമിലായിരുന്നു. ഓൾ റോഡ്സ് ടു റോം. ഒരു കാലഘട്ടത്തിൽ ഇല്ലേ, റോമൻ പൗരത്വം എന്ന് പറഞ്ഞാൽ എത്ര വിലപ്പെട്ട പൗരത്വമായിരുന്നു അറിയാവോ? ഇന്ന് അമേരിക്കൻ പൗരത്വം കിട്ടുക അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ US സിറ്റിസൺഷിപ്പിന് എന്ത് വിലയാണ് കൊടുക്കുന്നത് അല്ലേ? റോമൻ പൗരത്വത്തിന്റെ വിലയെ കുറിച്ച് തിരുവഴുത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? റോമൻ പൗരത്വത്തിന്റെ വില അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോഴാണ് അതിന്റെ രസം ആസ്വദിക്കുന്നത് അല്ലേ? റോമൻ സിറ്റിസൺഷിപ്പിന്റെ ഗ്രേറ്റ്നെസ് നമുക്കറിയാം. പൗലോസിനെ അറസ്റ്റ് ചെയ്ത് കെട്ടി ചോദ്യം ചെയ്യാതെ വിസ്തരിക്കാതെ
ചമ്മട്ടി കൊണ്ട് അടിക്കാൻ തീരുമാനിച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്ന ആ സഹസ്രാധിപനോട് പറഞ്ഞു, റോമാ പൗരനായ ഒരുത്തനെ വിസ്തരിക്കാതെ അടിക്കുന്നത് യോഗ്യമാണോ? കാരണം റോമാ പൗരനായ ഒരാൾ എത്ര വലിയ കുറ്റം ചെയ്താലും വിസ്താരം കൂടാതെ അടിക്കാൻ പാടില്ല. അത് റോമൻ പൗരത്വത്തിൻ്റെ വിലയാണ്. മാത്രമല്ല, റോമൻ പൗരൻ എത്ര വലിയ നികൃഷ്ടമായ ദുഷ്ടത ചെയ്താലും അവനെ ക്രൂശിച്ച് കൊല്ലുവാനായിട്ട് പാടില്ല. ക്രൂശീകരണം റോമാ പൗരത്വത്തിനില്ല. അങ്ങനെ റോമാ പൗരത്വത്തിന്റെ വില എന്ന് പറഞ്ഞാൽ അത്രമാത്രം വിലയാണ്. നമ്മൾ ആ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മളത് കാണുന്നുണ്ട്. എന്നിട്ട് ഈ ശതാധിപനോടാ പറയുന്നത്, സെഞ്ചൂറിയനോടാ പറയുന്നത്, റോമാ പൗരനായ ഒരുത്തനെ വിസ്താരം കൂടാതെ ശിക്ഷിക്കാൻ, അടിക്കാൻ ഒരുങ്ങുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ കെട്ടിക്കൊണ്ടിരുന്നവൻ പേടിച്ചിട്ട് നേരെ ചെന്ന് സഹസ്രാധിപനോട് പറയുക. 1000 പേരിൽ ഒരാൾ അല്ലേ, സെഞ്ചൂറിയൻ ചെന്ന് മറ്റേ 1000 പേരിൽ ഒരാളോട് എന്താ, സഹസ്രാധിപൻ ഇംഗ്ലീഷ് വാക്ക് എന്താ, സെഞ്ചൂറിയൻ. നെക്സ്റ്റ് പോസ്റ്റ് അതെ, ശതാധിപൻ, സെഞ്ചൂറിയൻ, സഹസ്രാധിപൻ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? ശതാധിപൻ. സഹസ്രാധിപന്റെ ഇംഗ്ലീഷ് ഞാൻ വിട്ടുപോയി. ഓക്കെ, അപ്പൊ ശതാധിപൻ ചെന്ന് ശതാധിപൻ ചെന്ന് സഹസ്രാധിപനോട് പറയാ, ഇവൻ റോമാ പൗരനാണ്. അപ്പൊ സഹസ്രാധിപൻ വന്നിട്ട് ഓടി വന്നിട്ട്, നീ റോമാ പൗരനാണോ? അപ്പോൾ പൗലോസ് ഇങ്ങനെ നിവർന്നു നിന്നിട്ട്, യെസ് ഐ ആം എ റോമൻ സിറ്റിസൺ അല്ലേ, ഇങ്ങനെ പറയാം. അങ്ങനെ പറയുമ്പോൾ ഈ സഹസ്രാധിപൻ ചോദിക്കുക, ഓ ഞാൻ വലിയ മുതൽ മുടക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എമൗണ്ട് പൈസ കൊടുത്താണ് റോമാ പൗരത്വം സമ്പാദിച്ചത്. ഈ സഹസ്രാധിപൻ പറയാൻ, ഞാൻ വലിയ എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് മുടക്കി ഈ ഒരു പൗരത്വം, ഒരു സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടി ഹ്യൂജ് എമൗണ്ട് മുടക്കി എന്ന് ഈ സഹസ്രാധിപൻ പറഞ്ഞപ്പോൾ പൗലോസ് എന്താ പറയുന്നത് അറിയാമോ? ഞാൻ അങ്ങനെ ജനിച്ചിരിക്കുന്നു, ഐ ആം എ ബോൺ റോം അല്ലേ. അത് എന്തൊരു ഗമയോടുകൂടി ആ പൗരത്വത്തിന്റെ ഗമ അവിടെ പറയുന്നുണ്ട്. അത് വലിയ വലിയ വിലയൊന്നും പൗലോസ് പിന്നെ അതൊക്കെ ചപ്പും ചവറുമായിട്ട് എണ്ണി നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ആ പൗരത്വത്തിന്റെ വില ദൈവത്തിന്റെ ആത്മാവോട് വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെട്ട ആ സംഭവത്തിൽ പൗലോസിനെയും ശീലാസിനെയും എവിടെ ഇടുന്നുണ്ട്? കാരാഗ്രഹത്തിൽ പിടിച്ചിടുന്നുണ്ട്. തലേദിവസം ഊടുപാട് തല്ലിയേച്ച പിടിച്ചിടുന്നത്. പിറ്റേ ദിവസം ഇറക്കി വിടാൻ തന്നെ അവര് റോമാ പൗരന്മാരെന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരെ രഹസ്യമായിട്ട് ഇറക്കി വിടാൻ ശ്രമിച്ചു. അപ്പൊ പൗലോസ് എന്ത് പറഞ്ഞു? റോമാ പൗരന്മാരായ ഞങ്ങളെ വിസ്തരിക്കാതെ അടിച്ചു എന്നുള്ളത് ശരിയാ, ഇനി രഹസ്യമായിട്ട് ഇറക്കിടമില്ല, നിങ്ങളെ വന്ന് കാര്യം പറഞ്ഞ് ഇറക്കി വിടണം എന്ന് പറഞ്ഞ് ഇറക്കി വിടണം അല്ലേ. നമ്മൾ ശ്രദ്ധിച്ചില്ല, റോമാ പൗരത്വത്തിന്റെ വില, ആ റോമൻ പൗരത്വം, സിറ്റിസൺഷിപ്പ് ഓഫ് റോം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ എന്തോരം മൂല്യമായിരുന്നു, എന്തോരം വാല്യൂഡ് ആയിരുന്നു. നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തി, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ, വളരെ ക്ലിയർ ആയിട്ട് ദൈവത്തിന്റെ ആത്മാവ് അത് വ്യക്തമാകുന്നു. റോമാ പൗരത്വത്തിന്റെ വില, ഓൾ റോഡ്സ് ടു റോം എന്ന് പറഞ്ഞാൽ എന്താ? ഏത് സ്ഥലത്ത് നിന്നും റോമിലേക്കുള്ള ദൂരമാണ് പറയുന്നത്. റോമിൽ നിന്ന്, റോമാണ് 0 പോയിന്റ്, റോമിനെ 0 പോയിന്റ് ആക്കിക്കൊണ്ട് റോമിൽ നിന്ന് ഇത്ര കിലോമീറ്റർ, റോമിൽ നിന്ന് ഇത്ര കിലോമീറ്റർ ഇംഗ്ലണ്ടിലേക്ക്, റോമിൽ നിന്ന് ഇത്ര കിലോമീറ്റർ ഇന്ത്യയിലേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ റോം 0 പോയിന്റ് ആക്കിക്കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓൾ റോഡ്സ് ടു റോം എന്നുള്ളതിന്റെ അർത്ഥം അത്രമാത്രം വിലയുള്ളതായിരുന്നു റോമാ പൗരത്വം. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നതെന്നറിയാം? റോമൻ സാമ്രാജ്യത്തിന്റെ ഭയങ്കരത്വം. അപ്പൊ ഈ റോമൻ സാമ്രാജ്യം നിലനിൽക്കുമ്പോഴാണ് യേശു കർത്താവ് ജനിച്ചതും ജീവിച്ചതും തന്നെ 3.5 വർഷത്തെ ശുശ്രൂഷ നിവർത്തിച്ചതും ക്രൂശിക്കപ്പെട്ടതും. കർത്താവ് റോമൻ പൗരനായിരുന്നുവെങ്കിൽ ക്രൂശിക്കാൻ പറ്റുമായിരുന്നോ? കർത്താവ് റോമാ പൗരനല്ലായിരുന്നു അല്ലേ. ഈ ഭൂമിയിൽ ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നോ? കാരണം യേശു കർത്താവിൻ്റെ യോസേഫും മറിയയും, യോസേഫ് തന്റെ പൂർണ്ണ ഗർഭിണിയായ മറിയയുമായിട്ട് ഇല്ലേ അക്കാലത്തെ പേർവഴി ചാർത്തണം എന്ന് പറഞ്ഞിട്ട് അഗസ്തുസ് കൈസറിന്റെ
ഒരു ഡിക്ലറേഷൻ വന്നിട്ട് ഫുൾ ടേം വൈഫുമായിട്ട് ബേത്ലഹേമിലേക്ക് പോയേ പറ്റൂ, നിർബന്ധമായിട്ടും യോസേഫ് പോയേ പറ്റൂ. കാരണം സെൻസസ് നടക്കുക, സെൻസസ് ഡിക്ലെയർ ചെയ്തിരിക്കുക. അപ്പൊ സെൻസസ് അവര് ജനിച്ച അതേ പട്ടണത്തിൽ പോകണം, അവരുടെ പിതൃപട്ടണത്തിൽ പോയി സെൻസസ് രേഖപ്പെടുത്തണം. അഗസ്റ്റസ് രാജാവിന്റെ കാലം, അഗസ്റ്റസ് ചക്രവർത്തി അങ്ങനെ ഡിക്ലറേഷൻ ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് ഫുൾ ടൈം വൈഫുമായിട്ട് യോസേഫ് ബേത്ലഹേമിലേക്ക് പോകേണ്ടി വന്നത്. എന്നാൽ ബേത്ലഹേമിലേക്ക് പോകേണ്ടി വന്നതാണോ? ബേത്ലഹേം എഫ്രാത്തെ അല്ലേ എന്ന് പറഞ്ഞൊരു പ്രവചനം കിടക്കുന്നുണ്ട്. ബേത്ലഹേം എഫ്രാത്തിൽ നിന്നെ മേയിക്കുന്നവൻ അവിടെ നിന്ന് ഉത്ഭവിക്കുമെന്ന തിരുവെഴുത്തിന്റെ പ്രഖ്യാപനം നടന്നേ പറ്റൂ. അതുകൊണ്ടാണ് ഫുൾ ടൈം മേരിയുമായിട്ട് യോസേഫ് യാത്ര ചെയ്തത്. അങ്ങനെ ഒരു ഡിക്ലറേഷൻ അഗസ്റ്റസ് ചക്രവർത്തി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു ഫുൾ ടൈം വൈഫുമായിട്ട് ആരെങ്കിലും ദൂരയാത്ര ചെയ്യുമോ? ഒരാൾ യാത്ര ചെയ്യില്ല. ഇനി പ്രസവിച്ചിട്ട് പോകാന്ന് നോക്കൂ അല്ലേ. പക്ഷെ അഗസ്റ്റസ് ചക്രവർത്തി, റോമൻ ചക്രവർത്തി അഗസ്റ്റസിന്റെ ഡിക്ലറേഷൻ അതൊരു എമർജൻസി ഡിക്ലറേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് യോസേഫ് നസ്രയത്തിൽ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്തത്. അതിന് ബേത്ലഹേമിൽ ചെന്നപ്പോൾ അവൾ പ്രസവിച്ചു. അവൾക്ക് പ്രസവത്തിനുള്ള കാലമായി, അവൾ പ്രസവിച്ചു. അപ്പോൾ ബേത്ലഹേം എഫ്രാത്തയിൽ തന്നെ യേശുക്രിസ്തു ജനിക്കണമെന്നുള്ള പ്രവചനം നിവൃത്തിയാക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കാര്യപരിപാടിയായിരുന്നു. ഞാൻ ജസ്റ്റ് സംഭവശാൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ റോമൻ ഭരണം എന്നുള്ളത് യേശു കർത്താവ് ജനിച്ചു, താൻ വളർന്നു, താൻ ജീവിച്ചു, തന്റെ ശുശ്രൂഷാകാലം താൻ ക്രൂശിക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, താൻ സ്വർഗാരോഹണം ചെയ്തു. അത് കഴിഞ്ഞ് 50-ാം ദിവസം സഭ രൂപീകരിക്കപ്പെടുമ്പോഴും റോമൻ സാമ്രാജ്യം അല്ലേ. പിന്നെ റോമാ സാമ്രാജ്യം എത്രയോ കാലഘട്ടങ്ങൾ മുൻപോട്ട് പോയി. പിന്നെ അത് രണ്ടായിട്ട് ഡിവൈഡായി. അതുകൊണ്ടാണ് നെബൂഖദ്നേസർ രാജാവ് കാണുന്ന ബിംബത്തിന്റെ തുട രണ്ടും അയണായിട്ടാണ് വരുന്നത്. റോമൻ സാമ്രാജ്യം ഡിവൈഡായിട്ട് രണ്ടായിട്ട് ഭരണം പോകുന്നുണ്ട്. പിന്നെ അത് പതിയെ പതിയെ ഇല്ലാതായിട്ട് റോമൻ കിങ്ഡം ഓഫ് റോമിലുണ്ടായിരുന്ന എല്ലാ പ്രവിശ്യകളും പല രാജാക്കന്മാരായിട്ട്, പല രാജ്യങ്ങളായിട്ട് തിരിഞ്ഞു, ശിഥിലമായി. നമുക്കറിയാം USSR ഗോർബച്ചേവിന്റെ കാലഘട്ടത്തിൽ USSR തകർന്നിട്ട് USSRലെ ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് എല്ലാം വിട്ടു. ചെക്കോസ്ലോവിയ, റുമേനിയ, ഇപ്പൊ നടക്കുന്ന ഉക്രൈൻ, ഇതെല്ലാം ഈ റഷ്യ USSRൽ നിന്ന് വിട്ടുപോയ രാജ്യങ്ങളാണ്. താജിക്കിസ്ഥാൻ പറഞ്ഞ കുറേ രാജ്യങ്ങൾ, ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വിട്ടു. എന്ന് പറയുന്നത് പോലെ റോമൻ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്കയിലുള്ള എല്ലാ പ്രവിശ്യങ്ങളും പല രാജാക്കന്മാരായി. അപ്പോൾ ഈ പ്രവചനം നോക്കിക്കേ, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി. കണ്ടോ ആ പ്രയോഗം? കണ്ടോ? ഒരു ചക്രവർത്തിയുടെ കീഴിലല്ല, അവൾ എങ്ങനെയാ ഇത്? ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവളുടെ റോമ മതത്തിന്റെ ആ വേരുകൾ എല്ലാ രാജ്യങ്ങളിലും, എല്ലാ രാജാക്കന്മാരിലേക്കും, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലുമുള്ള പുരുഷാരങ്ങളിലേക്കും ഭാഷകളിലേക്കും ആ വേശ്യാവൃത്തിയുടെ മദ്യം അവൾ കുടിപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവളുടെ മൂന്ന് ഇരിപ്പ്, ഒന്നെവിടെയാ? ഒന്ന് പെരുവെള്ളത്തിന്മേൽ ഇരുന്നു, രണ്ടാമത് അവൾ മൃഗത്തിന്മേലിരുന്നു. മൃഗത്തിന്മേലിരുന്നതിന്റെ പോയിന്റ് പിടികിട്ടിയല്ലോ. മൃഗത്തിന്മേലിരിക്കുന്നത് മൃഗത്തെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്. മൃഗത്തെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ് മൃഗത്തിന്റെ മേലിരിക്കുന്നത്. അപ്പോൾ ഈ മൃഗത്തെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ട്രിബുലേഷൻ പീരീഡിൽ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? ഈ മാർമിക ബാബിലോണായിരിക്കും. കാരണം ഇവളില്ലാതെ ഇവന് ഭരിക്കാൻ പറ്റൂല. എല്ലാ രാജ്യങ്ങളിലേക്കും ഇവന്റെ ഭരണം കൊണ്ടുവരണമെങ്കിൽ ഈ വ്യവസ്ഥിതി എല്ലാ ലോകരാഷ്ട്രങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ പോപ്പിനെ മാത്രം പിടിച്ചാൽ മതി എല്ലാ രാജ്യങ്ങളിലേക്കും, അല്ലേ? മിക്ക രാജ്യങ്ങളിലും കാത്തലിക്സിന്റെ വോട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം കിട്ടും. ശരിയല്ലേ? കാത്തലിക്സ് ഒന്നടങ്കം നിന്ന് ഒരുമിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ നോക്കിക്കോ, കാത്തലിക്സ് ഒരുമിച്ച് നിന്ന് ഒരാളെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ ആള് ജയിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ഭൂരാജാക്കന്മാർ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് മുഴുവനും കാത്തലിക്സാ. അവര് 2-3 ഗ്രൂപ്പായിട്ട് തിരിയുന്നത് കൊണ്ടാണ് പലരും മാറി മാറി വരുന്നത്. എന്നാൽ ആ മാർപ്പാപ്പ അല്ലെങ്കിൽ പോപ്പ് പറയാ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും വോട്ട് ചെയ്തിരിക്കും. അതാണ് ഹൈറാർക്കിയുടെ ഗമ. ആ ഇടയലേഖനം പോപ്പ് ഇറക്കിയാൽ അതെല്ലാ കാത്തലിക് സഭകളിലും വായിച്ചിരിക്കും.
അത് അതുപോലെ ഡിക്ലെയർ ചെയ്യും, അത് അതുപോലെ നടപടിയിൽ കൊണ്ടുവരും. അങ്ങനെ ഒരു വ്യവസ്ഥ വേറെ ഇല്ല ഭൂമിയിൽ. പോപ്പിൽ നിന്നൊരു ഡിക്ലറേഷൻ വന്നാൽ അതെല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ഭാഷകളിലും, എല്ലാ പുരുഷാരങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും, ദേശത്തും അതെത്തും. എല്ലാവരും അത് അംഗീകരിക്കുവാൻ, അക്ഷരം പ്രതി അംഗീകരിക്കുവാൻ തയ്യാറാകും. ആ വ്യവസ്ഥയുടെ ഭയങ്കരത്വം ഒന്ന് മനസ്സിലാക്കിക്കേ. അപ്പോൾ അവൾ മൃഗത്തിന്മേലിരിക്കുന്നു. അടുത്തത് മൂന്നാമത് 7 മലയിലിരിക്കുന്നു. ആ 7 മല, 18-ാം വാക്യം, 18th ലാസ്റ്റ് വേഴ്സ് ഓഫ് ദ 17th ചാപ്റ്റർ. എന്താ? നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം, റോമാ നഗരം. ഇന്നും റോമാ നഗരത്തിന്റെ മഹാത്മ്യം കുറവൊന്നുമല്ല. എന്നാൽ ദൈവസഭ എടുക്കപ്പെടുന്നതോടെ റോമാ നഗരം പ്രതാപത്തിലേക്ക് വരും. റോമാ നഗരം പ്രതാപത്തിലേക്ക് വരും. അത് മറ്റേ ബാബിലോൺ നഗരം, ഇപ്പൊ ബാബിലോൺ, അക്ഷരിക ബാബിലോൺ തകർന്നു കിടക്കുക. ഇനി ആ ബാബിലോൺ ഉയർന്നു വരുമോ എന്ന് നമുക്ക് സംശയം, ഒട്ടും ഒരു സാധ്യതയും ഇല്ലാത്തതുപോലെയാ ബാബിലോൺ നഗരം, അല്ലേ? തകർന്നു കിടക്കുന്നത്. ഇറാഖ് തകർന്നടിഞ്ഞ് ബോംബിങ് ചെയ്ത് തകർന്നടിഞ്ഞ് കിടക്കുക. അവിടെ ആകെ കൂടെ പ്രശ്നങ്ങളാണ്. അത് വീണ്ടും ഉജ്ജ്വലിച്ച് വരുമോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന പോലെ കിടക്കുന്നത്. യെസ്, ഇറ്റ് വിൽ കം ബാക്ക്. അത് വന്നേ പറ്റൂ. അതാണ് ബാബിലോൺ നഗരം. അതാണ് 18-ാം റെവലേഷൻ ചാപ്റ്റർ 18-ലെ വിഷയം. അത് ബാബിലോൺ ആക്ഷരിക നഗരമാണ്. എന്നാൽ ഈ മാർമിക ബാബിലോണിനെ നിയന്ത്രിക്കുന്ന നഗരം ഏതാ? റോമ നഗരമാണ്. ദാറ്റ് ഇസ് വത്തിക്കാൻ. ഇപ്പൊ വത്തിക്കാൻ നഗരവും റോമും. ഇനി ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരുക്കങ്ങളിൽ റോമ നഗരം ഒരു മഹാനഗരമായിട്ട് മാറും. എന്തുകൊണ്ടാണ് മഹാനഗരമായിട്ട് മാറുന്നത്? അവിടെ നിന്നായിരിക്കും ഈ മൃഗത്തിന്റെ മേലുള്ള നിയന്ത്രണം റോമ നഗരത്തിൽ നിന്നായിരിക്കും. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ട്രിബുലേഷൻ പീരീഡ് അവള് പറയുന്നത് കേട്ട് അനുസരിച്ചെങ്കിൽ പറ്റേ മുമ്പോട്ട് പോകൂ. കാര്യം ഇവൻ നേതാവാണ്. ഈ നേതാവിന് ഈ വ്യവസ്ഥിതിയെ അല്ലെങ്കിൽ ഈ മഹാവേശിയെ തൃപ്തിപ്പെടുത്തിയേ ഭരിക്കാൻ പറ്റൂ. അവളുടെ അതൃപ്തിക്ക് അവൻ നോക്കില്ല. അപ്പോൾ അവളെ തൃപ്തിപ്പെടുത്തി അവളുടെ നിയന്ത്രണത്തിലാണ് ഭരണം നടക്കുന്നത്. എന്നാൽ ഈ മൃഗത്തിലേക്ക് ദുഷ്ടൻ പിശാച് വന്ന് മിഡിൽ ഓഫ് ദ ട്രിബുലേഷൻ പീരീഡിൽ പിശാച് വന്ന് കയറുന്നതോടുകൂടി എന്ത് സംഭവിക്കും? പിശാച് വന്ന് കയറുന്നതോടുകൂടി അവന്റെ സ്വേച്ഛാധിപത്യം പുറത്തോട്ടെടുക്കും. ഇനി എന്നെ ആരും കൺട്രോൾ ചെയ്യണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ബി കൺട്രോൾഡ് ബൈ എനിബഡി ഇൻ ദിസ് വേൾഡ് ഡിക്റ്റേറ്റർ ആയിട്ട് മാറുവാൻ. ഇനി ആരും എന്നെ നിയന്ത്രിക്കണ്ട. എന്നാലും ഇവള് നിയന്ത്രിക്കുവാൻ ശ്രമം നടത്തുമ്പോൾ എന്ത് പറ്റും? അതുകൊണ്ടാണ് നമ്മൾ ഈ 17-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിച്ചത്. വേഴ്സ് 16 വായിക്കുന്നത്, മൃഗവും 10 കൊമ്പും മൃഗവും. 10 കൊമ്പ് 10 രാജാക്കന്മാരെ കാണിക്കുന്നത്. മൃഗം ഈ ദുഷ്ടനെയാണ് കാണിക്കുന്നത്. ഈ ദുഷ്ടനിൽ വന്ന് പിശാച് വന്ന് കുടിയേറുമ്പോൾ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ട്രിബുലേഷൻ പീരീഡിൽ ആദ്യം സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവളെ ഈ റോമ നഗരത്തെ അങ്ങ് നശിപ്പിക്കും. റോമ നഗരത്തെ നശിപ്പിക്കും. മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്നാണല്ലോ പറയുന്നത്. മഹാവേശ്യയുടെ ന്യായവിധി എങ്ങനെയാണ് നടക്കുന്നത്? അത് സ്വർഗത്തിൽ നിന്നല്ല മഹാവേശ്യയുടെ ന്യായവിധി നടക്കുന്നത്. സ്വർഗം അനുവദിക്കുകയാണ്. പക്ഷേ പ്രധാനമായിട്ടും ഈ മൃഗവും 10 കൊമ്പും മൃഗവും ചേർന്നിട്ട് എന്ത് ചെയ്യും? അവളെ, വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും. മാംസം തിന്നുകളയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ വ്യവസ്ഥയ്ക്കല്ലേ ഏറ്റവും കൂടുതൽ ധനമുള്ളത്, അല്ലേ? കത്തോലിക്ക സഭയുടെ ആസ്തിയെ കുറിച്ച് വല്ല വിവരമുണ്ടോ? നമ്മുടെ വീടിന്റെ അടുത്തിരിക്കുന്ന കത്തോലിക്ക പള്ളിയെ തന്നെ നോക്കിക്കേ, എന്തൊരു സ്ഥലമാണ്, അല്ലേ? ചില പട്ടണങ്ങളിലൊക്കെ കണ്ണായ സ്ഥലം ഇവരുടെ പള്ളിയും അവരുടെ അല്ലേ? മൂവാറ്റുപുഴ പട്ടണത്തിന്റെ കണ്ണായ സ്ഥലം മുഴുവനും കാത്തലിക്സിന്റെയാ. നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിക്കേ. അവളുടെ ആസ്തിയെ കുറിച്ച് നമുക്ക് വല്ല വിവരമുണ്ടോ? അത്രമാത്രം ആസ്തിയാ. ഇവിടെ എന്താ? അവളെ തിന്നു കളയുന്ന അവളുടെ ആസ്തി മുഴുവനും ആന്റി ക്രൈസ്റ്റിന്റെ ഭണ്ഡാരത്തിലേക്ക് ചേർക്കപ്പെടും. എന്നിട്ട് വായിക്കുക, അവളെ തീ കൊണ്ട് ദഹിപ്പിച്ച് കളയും എന്ന് പറഞ്ഞാൽ റോമ നഗരം പണ്ട് ഒരുത്തൻ തീ കൊണ്ട് ദഹിപ്പിച്ചു. അതാരാന്നറിയാവും? നീറോ ചക്രവർത്തി. റോമാ ദഹനം. നീറോ ചക്രവർത്തി എന്ത് ചെയ്തു?
റോമാ നഗരം തീ കൊണ്ട് ദഹിപ്പിച്ചു, തീയിട്ട് ദഹിപ്പിച്ചു. എന്നിട്ട് പുള്ളി വീണ വായിച്ചുകൊണ്ട്, റോമാ നഗരം കത്തുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, അത് അങ്ങനെ ഉണ്ടായതാണ്. എന്നാൽ പണ്ട് റോമാ നഗരത്തെ നീറോ ചക്രവർത്തി തീ വെച്ച് റോമാ ദഹനം എന്ന ചരിത്രത്തിൽ കിടക്കുന്ന ആ സംഭവം വാസ്തവത്തിൽ വരാൻ പോകുന്ന ഈ ദഹനത്തിന്റെ നാന്ദിയായിരുന്നു. ദഹനത്തിന്റെ ഒരു അടയാളമായിട്ടത് കിടക്കുക ചരിത്രത്തിൽ. റോമാ ദഹനം ചരിത്രത്തിൽ സംഭവിച്ചത് റിയാലിറ്റിയിൽ സംഭവിക്കാൻ പോവുക. അത് മിഡ് ട്രിബുലേഷൻ കഴിഞ്ഞിട്ടാണ്. നമുക്ക് ഏകദേശം അതിന്റെ ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കും. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, സമയമായല്ലോ. ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടിയും ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കേൾക്കാനായിട്ട് അവസരമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം കൂടെ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇനിയുള്ള 2-3-4 ആഴ്ചകൾ അവിടെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒന്ന് മഹാവേശ്യയെക്കുറിച്ചുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. അത് നമ്മളിന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, അത് അടുത്ത ആഴ്ച നമ്മൾ ശ്രദ്ധിക്കണം. ആ ഡിസ്ക്രിപ്ഷൻ എന്താ? 4-ാം വാക്യത്തിൽ, ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. വാസ്തവത്തിൽ കാത്തലിക് അല്ലെങ്കിൽ പോപ്പിന്റെ വർണ്ണന അത് കൊടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ എന്താണ് അവിടുത്തെ ആ റെഡ്നെസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ആഴ്ച ശ്രദ്ധിക്കാം ഓരോന്നും. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ മഹാവേശ്യ ഇരിക്കുന്നത് ഒന്ന് പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്നു, ഒന്ന് മൃഗത്തിന്മേലിരിക്കുന്നു, 7 മലമേലിരിക്കുന്നു. അത് പറഞ്ഞത് ക്ലിയർ ആകുന്നുണ്ടോ എന്ന് ഒന്ന് സൂക്ഷ്മതയോടെ ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കുക. 17-ാം അധ്യായം കൂടെ ഒന്ന് വായിക്കുക. 17 വായിച്ചാൽ പിന്നെ 18ഓടെയും വായിച്ചോ. കാരണം 18-ാം അധ്യായത്തിന്റെ തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാനുള്ളതാണ്. 18-ാം അധ്യായം മഹാബാബിലോൺ നഗരം. ഓക്കെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നമ്മുടെ ഹൃദയത്തിൽ കരുതിക്കൊള്ളേണ്ട ഒരു കാര്യം, സ്വർഗത്തിലെ ദൈവം തൻ്റെ സത്യസുവിശേഷത്താൽ നമ്മെ രക്ഷിച്ചു. സത്യസുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനെ ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം എത്രയോ വലുതാണ്. സുവിശേഷം എത്ര വിലപ്പെട്ട സ്വാതന്ത്ര്യം. ഈ പിതൃപാരമ്പര്യത്തിൽ നിന്ന് വിടുവിച്ചിട്ട് ശരിക്കും കാത്തലിക് ആ മതം തലയിൽ പിടിച്ച ഒരാള് സത്യസുവിശേഷം കേട്ട് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ എന്തോ ഒരു ഭയങ്കരമായ അടിമത്തത്തിൽ നിന്നാണ് ഞാൻ വേർപിടിക്കപ്പെട്ടത്. ബ്രദറുകാരായിട്ട് ജനിച്ചവരെ രക്ഷിക്കപ്പെടുമ്പോൾ ആ ഒരു ചേഞ്ചസ് ശരിക്കും ജഡത്തിന്റെ ഭയങ്കരത തിരിച്ചറിഞ്ഞ ആ ചേഞ്ച് മനസ്സിലാക്കണം. എന്നാൽ ശരിക്കും ഇങ്ങനെയുള്ള ആക്ഷരികമായിട്ടുള്ള അടിമത്തത്തിൽ നിന്ന് സത്യസുവിശേഷം കേട്ട് വിശ്വാസത്തിലേക്ക് വരികയും ആ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ എന്തോ ഒരു ഭയങ്കരമായ കുടുക്കിലാണ് ഞാൻ കിടന്നിരുന്നുള്ള സത്യം അങ്ങനെയുള്ളവർ തിരിച്ചറിഞ്ഞ് എന്നോട് ആ ഡോക്ടറൊക്കെ എത്രയോ സന്തോഷത്തോടുകൂടി സുവിശേഷത്തിൽ വിശ്വസിക്കുവാനിടയായതിൻ്റെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് താൻ പറയുവാനായിട്ടിടയായി. അക്ഷരികമായിട്ടും കത്തോലിക്ക സഭയുടെ കംപ്ലീറ്റ് ആ ഉപദേശങ്ങളും കുഞ്ഞുനാളിലെ തൊട്ട് തൻ്റെ ഗ്രാൻഡ് ഫാദർ തൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ തന്നെ രക്ഷിക്കുവാൻ കർത്താവ് തീരുമാനിച്ചു. രക്ഷിച്ചപ്പോൾ ആ ഭയങ്കരമായ അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ താൻ എത്രയോ സന്തോഷത്തോടുകൂടി പറയുന്നത് ഞാൻ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം ഞാൻ ഓർത്തു പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മെ കർത്താവ് രക്ഷിച്ചു. എത്രയോ വലിയ അടിമത്തത്തിൽ നിന്നാണ് കർത്താവ് നമ്മെ രക്ഷിച്ചത്. അവൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അവൻ്റെ വരവിനെ നോക്കിപ്പാർത്ത് ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് അവിടുത്തെ വചനത്തിൽ നിന്ന് ശ്രദ്ധിപ്പാൻ കർത്താവ് കൃപ നൽകിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ രക്ഷിച്ച സുവിശേഷത്തിനായിട്ട് സ്തോത്രം. അതിനുവേണ്ടി എത്രയോ വലിയ മുതലാണ് കർത്താവ് മുടക്കിയത്. റോമ പൗരത്വം ലഭിക്കുവാനായിട്ട് ആ സഹസ്രാധിപൻ ഹ്യൂജ് എമൗണ്ട് മുടക്കി എന്ന് പറയുവാനായിട്ടിടയായി. എന്നാൽ പൗലോസ് പറയാൻ ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു. എന്നാൽ കർത്താവെ, സ്വർഗീയ പൗരത്വം കിട്ടുവാൻ എത്ര വലിയ മുതൽ മനുഷ്യൻ മുടക്കിയാലും ഒരു നാളും കിട്ടുകയില്ല ആ പൗരത്വം. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം എത്ര വലിയ മുതൽ മുടക്കിയാണ് ഞങ്ങൾക്ക് ആ പൗരത്വം നേടിത്തന്നത് എന്നുള്ളത് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കേവലം വിശ്വാസത്താൽ, കേവലം കൃപയാൽ
ഞങ്ങൾക്ക് സ്വർഗീയ പൗരന്മാരായി തീരുവാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് ഞങ്ങൾക്ക് അന്യോന്യം പറഞ്ഞ് സന്തോഷിപ്പാനിടയാകുമാറ് ആ സ്വർഗീയ പൗരത്വത്തിന് അവകാശികളാക്കി തീർത്ത ദൈവകൃപയുടെ സുവിശേഷത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് ഈ പൗരത്വം ലഭിക്കുവാൻ ദൈവം വലിയൊരു മുതൽ മുടക്കി എന്ന് പറയുവാനായിട്ടും ഞങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല, ഞാനും അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് പറയാനും കർത്താവ് ഞങ്ങൾക്ക് അവകാശം തന്നല്ലോ. അതേ, ദൈവ കുടുംബത്തിലേക്ക് പിറന്നു വീണ സ്വർഗീയ പൗരത്വമുള്ള ദൈവമക്കളാക്കി ഞങ്ങളെ തീർത്തത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്രയോ ധന്യമായ അവകാശത്തിലേക്കാണ് സ്വർഗം ഞങ്ങളെ കൊണ്ടുവന്നത്. കർത്താവ്, ഇന്ന് രാത്രിയിൽ ആ പൗരത്വത്തിൻ്റെ ധന്യതയിൽ സന്തോഷിപ്പാൻ, നിന്റെ ദയയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.